السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിനത്തിൽ നമുക്കേവർക്കും സന്തോഷം നൽകുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും അല്ലാഹു ഉദ്ദേശിക്കുന്ന രീതിയിൽ ജീവിക്കാനും അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന വളരെ വലിയ അനുഗ്രഹമാണ് ദീനിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുക എന്നത്. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ മജ്ലിസിൽ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. ആ ഹദീസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ദർസ് ആരംഭിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാറതൻ ഫുദുല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഭൂമിയിൽ സഞ്ചരിക്കുന്ന ചില മലായികത്തുകളുണ്ട്. ഞാൻ പൊതുവെ ദർസുകളിൽ സൂചിപ്പിക്കാറുള്ളൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ആരോടോ പ്രവാചകൻ പറഞ്ഞതായി നിങ്ങൾ എടുക്കരുത്. മറിച്ച് അബൂ സുറഅത്ത് റാസി റഹിമഹുല്ലാഹ് യഹ്യ ഇബ്നു ബുഖൈറിനോട് പറഞ്ഞതുപോലെ, നിങ്ങൾ ഖാല റസൂലുള്ളാഹ് എന്ന് കേട്ടാൽ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു വിരി നീക്കുന്നത് പോലെ നിങ്ങൾ അതിനെ സമീപിക്കണം. ആ വിരി നീക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ നിങ്ങളോട് നേരിട്ട് പറയുന്നതായി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് പലപ്പോഴും പറ്റുന്ന അബദ്ധം അതാണ്. ഒരു ഹദീസ് നാം കേട്ടാൽ അത് പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞ ഒരു അനുഭൂതിയിൽ നമ്മൾ ആ ഹദീസിനെ എടുക്കും. അല്ല, നമ്മോടാണ്, നിങ്ങളോടാണ്, ഓരോരുത്തരോടുമാണ്. ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയുന്ന കാര്യമാണ്. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാറതൻ ഫുദുല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഭൂമിയിൽ ചില മലായികത്തുകളെ അല്ലാഹു ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്താണ് അവരുടെ ജോലി? യതതബ്ബഊന മജാലിസദ് ദിക്ർ. ദീനിന്റെ സംസാരങ്ങൾ നടക്കുന്ന സദസ്സുകളെ തേടി അവർ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. അവർ ഇങ്ങനെ യാത്ര ചെയ്യും. ദീനിന്റെ സംസാരങ്ങൾ നടക്കുന്ന മജ്ലിസുകൾ എവിടെയാണ് എന്നതായിരിക്കും അവരുടെ തേട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫൈദാ വജദു മജ്ലിസൻ ഫീഹി ദിക്റുൻ ഖഅദു മഅഹും. അങ്ങനെ ഒരു മജ്ലിസ് അവർ കാണുകയും അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ഹദീസുകൾ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന മജ്ലിസ് ആണെങ്കിൽ ഈ മലക്കുകൾ ആ സദസ്സിലിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇതാരോടോ പ്രവാചകൻ പറഞ്ഞതല്ല, നമ്മോട് പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ നാം ഇവിടെ ഒരുമിച്ച് കൂടി ഇങ്ങനെ അല്ലാഹുവിനെ കുറിച്ച് പറയാനിരുന്നാൽ ഈ മലക്കുകൾ സഞ്ചാരത്തിനിടയിൽ നമ്മുടെ മജ്ലിസ് കാണും. നമ്മുടെ ഈ മജ്ലിസ് അവർ കാണും. അവരിവിടെ വന്നിരിക്കും. ശേഷം എന്ത് സംഭവിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫൈദാ വജദു മജ്ലിസൻ ഫീഹി ദിക്റുൻ ഖഅദു മഅഹും. അവർ ആ മജ്ലിസുകളിൽ വന്നിരിക്കും. അവർ കേവലം ഇരിക്കുക മാത്രമല്ല, ആ മജ്ലിസിലുള്ള ആളുകളെ അവർ അനുഗ്രഹം കൊണ്ട് പൊതിയും. അവരുടെ ചിറകുകൾ വെച്ചുകൊടുക്കും മജ്ലിസിലുള്ള ആളുകൾക്ക്. മലക്കുകൾ ധാരാളമായി വരികയും ഒന്നിനു മീതെ ഒന്നായി മലക്കുകളിൽ നിന്ന് ആകാശം മുട്ടെ മലക്കുകൾ ധാരാളമായി ആ സദസ്സിൽ സംഗമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫൈദാ തഫറഖു. അങ്ങനെ ആ മജ്ലിസ് കഴിഞ്ഞു പോയാൽ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, നമ്മളെല്ലാവരും ഇവിടെ ഇരുന്നു, മലക്കുകൾ നമ്മുടെ സദസ്സിൽ സന്നിഹിതരാകുന്നു. ഈ സദസ്സിൽ നിന്ന് ഞാനാവട്ടെ നിങ്ങളിൽ ഓരോരുത്തരും ആവട്ടെ, ഈ സദസ്സിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്താണ് സംഭവിക്കുന്നത്? ഏതൊരു ഇൽമിന്റെ സദസ്സ് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങളൊരു കച്ചവടം കഴിഞ്ഞു പോകുന്നത് പോലെയാണോ? നിങ്ങൾ വൈകുന്നേരം വരെ ജോലി ചെയ്ത് നിങ്ങൾക്ക് നല്ല സമ്പാദ്യവും സമ്പാദിക്കാൻ സാധിച്ച് നിങ്ങൾ പോകുന്നത് പോലെയാണോ? അല്ല. നിങ്ങൾ ഈ മജ്ലിസ് കഴിഞ്ഞു പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അറജു വസഇദു ഇലസ്സമാ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മലക്കുകൾ ആകാശത്തേക്ക് പോകും. അല്ലാഹു ചോദിക്കും, മിൻ ഐന ജിഅ്തും. മലക്കുകളെ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അല്ലാഹുവിന് അറിയാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, അല്ലാഹു അവരോട് ചോദിക്കും, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അല്ലാഹുവിനോട് മലക്കുകൾ പറയും, അല്ലാഹുവേ, ജിഅ്ന മിൻ ഇൻദി ഇബാദിൻ ലക ഫിൽ അർദ്. അല്ലാഹുവേ, ചില ആളുകൾ, നിന്റെ ചില അടിമകളുടെ അരികിൽ നിന്നാണ് നമ്മൾ വരുന്നത്. അവരെന്താ ചെയ്യുന്നത്? അവരിങ്ങനെ ഒന്നിച്ചിരുന്ന് നിന്നെക്കുറിച്ച് അവർ പറയുകയാണ്, നിന്നെക്കുറിച്ച് അവർ പഠിക്കുകയാണ്, ദീന് പഠിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളോട് ചോദിക്കും, എന്താണ് അവരുടെ ആവശ്യം? എന്തിനാണ് അവരിങ്ങനെ കൂടിയിരിക്കുന്നത്? അവർക്ക് വേണമെങ്കിൽ ഭൗതികമായ സുഖങ്ങളുടെ പിന്നാലെ പോകാം,
അവർക്ക് വേണമെങ്കിൽ മറ്റ് താല്പര്യങ്ങളുടെ പിന്നാലെ പോകാം. പക്ഷെ അവരതൊന്നും പോകാതെ ഇങ്ങനെ ഈ സദസ്സിൽ ഇരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? മലക്കുകൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവെ, അവർക്കൊരൊറ്റ ആവശ്യമുള്ളൂ, യസ്അലൂന ജന്നതക്, അവർക്ക് നിന്റെ സ്വർഗം വേണം. നമ്മളിവിടെ ഇരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അന്തിമ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിങ്കിൽ എത്തിയാൽ സ്വർഗം വേണം. മലക്കുകൾ പറയും, അള്ളാഹു, അവരുടെ ലക്ഷ്യം സ്വർഗമാണ്. അള്ളാഹു ചോദിക്കും, വഹൽ റഅൂ ജന്നതി, അവരെന്റെ സ്വർഗം കണ്ടിട്ടുണ്ടോ? അവർ ഈ സ്വർഗം ഇങ്ങനെ ആഗ്രഹിക്കാൻ മാത്രം? അവർ പറയും, ഇല്ല റബ്ബേ, അവർ സ്വർഗം കണ്ടിട്ടില്ല. അള്ളാഹു പറയും, മറ്റെന്താണ് അവരുടെ ആവശ്യം? മലക്കുകൾ പറയും, അള്ളാഹുവെ, അവർ നിന്നോട് കാവൽ ചോദിക്കുന്നുണ്ട്. മലക്കുകളോട് അള്ളാഹു പറയും, എന്തിൽ നിന്നാണ് അവർ കാവൽ ചോദിക്കുന്നത്? മലക്കുകൾ പറയും, റബ്ബേ, നരകത്തെ തൊട്ട് അവർ കാവൽ ചോദിക്കുന്നു, അവർക്ക് നരകത്തെ പേടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അവർ നരകത്തെ കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയും, ഇല്ല റബ്ബേ. ശേഷം മലക്കുകൾ പറയും, അള്ളാഹുവെ, അവർക്കൊരു ആവശ്യം കൂടിയുണ്ട്. എന്താണത്? യസ്തഗ്ഫിറൂനക്, അവരുടെ പാപങ്ങൾ നീ വിട്ടുവീഴ്ച ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു, അത് നീ പുറത്തു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ സംഭാഷണം കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ഖദ് ഗഫർതു ലഹും, ഞാനിതാ അവരുടെ പാപങ്ങൾ അവർക്ക് മാപ്പാക്കി നൽകുന്നു. അവരുടെ ആവശ്യം സ്വർഗമാണെങ്കിൽ അവർക്ക് ആ സ്വർഗം നൽകാൻ ഞാൻ തയ്യാറാണ്. അവർക്ക് ഭയം നരകത്തെ തൊട്ടാണെങ്കിൽ ആ നരകത്തിൽ നിന്ന് അവർക്ക് മോചനം നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഖാലിദ് എന്നു പേരുള്ള ഒരാളുണ്ടെങ്കിൽ, മുഹമ്മദ് എന്നു പേരുള്ള ഒരാളുണ്ടെങ്കിൽ, ഒന്നുകൂടി മനസ്സിലാക്കാൻ പറഞ്ഞാൽ, ഖാലിദിന്റെ ആവശ്യം സ്വർഗമാണെങ്കിൽ അവന് സ്വർഗം നൽകാൻ ഞാൻ തയ്യാറാണെന്ന് അള്ളാഹു പറയും. മുഹമ്മദിന്റെ ആവശ്യം സ്വർഗമാണെങ്കിൽ സത്യസന്ധമായി ഇഖ്ലാസോടുകൂടിയാണ് അവൻ മജ്‌ലിസിലിരുന്നെങ്കിൽ അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണമാണ് ആ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നത് എന്ന് അള്ളാഹുവും മലക്കുകളും തമ്മിൽ സംഭാഷണം നടത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ സംഭാഷണത്തിനൊടുവിൽ മലക്കുകൾ അള്ളാഹുവിനോട് പറയും, റബ്ബേ, കാന ഫീഹിം അബ്ദുൻ, അവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, ഖത്താ, അയാളുടെ പ്രത്യേകത എന്താണെന്നാൽ റബ്ബേ, ധാരാളക്കണക്കിന് തിന്മകൾ ചെയ്യുന്ന ഒരാളാണ്. തിന്മകൾ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ നമ്മളെ തന്നെ ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. ധാരാളക്കണക്കിന് തിന്മകൾ ചെയ്യുന്ന ഒരാൾ റബ്ബേ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. മലക്കുകൾ അള്ളാഹുവിനോട് പറയും, റബ്ബേ, ഈ മജ്‌ലിസ് ഉദ്ദേശിച്ചു വന്ന ആളായിരുന്നില്ല അദ്ദേഹം, പക്ഷേ എല്ലാവരും മജ്‌ലിസിൽ ഇരിക്കുന്നു, അയാൾ ആ വഴിയിലൂടെ പോകുമ്പോൾ ആളുകളൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അയാളും കൂട്ടത്തിൽ ഇരുന്നതാണ്. അതല്ലാതെ ഇൽമിന്റെ മജ്‌ലിസ് ഉദ്ദേശിച്ചു വന്നയാളല്ല. പക്ഷേ ഇൽമിന്റെ മജ്‌ലിസ് കണ്ടപ്പോൾ അയാൾ അവിടെ ഇരുന്നു, അയാൾക്ക് പഠിക്കണമെന്ന് തോന്നി, അയാൾക്ക് മനസ്സിലാക്കാൻ തോന്നി, അയാൾ അവിടെ ഇരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളോട് മറുപടി പറയും, ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ബിഹിം ജലീസുഹും ഖദ് ഗഫർതു ലഹു, ഞാൻ അവനും അവന്റെ പാപങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ്. മലക്കുകൾ പറഞ്ഞത് എന്താ? ധാരാളക്കണക്കിന് തെറ്റുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ മജ്‌ലിസിൽ വന്ന് മജ്‌ലിസ് കണ്ടതിന്റെ പേരിൽ ഇരുന്നത് എങ്കിൽ പോലും അവന്റെ പാപങ്ങളടക്കം ഞാൻ അവന് മാപ്പാക്കി നൽകും. എന്തുകൊണ്ടാണ് മാപ്പാക്കി നൽകുന്നത്? ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ബിഹിം ജലീസുഹും, സത്യം മനസ്സിലാക്കാൻ, ഹഖ് മനസ്സിലാക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് പറയാൻ, റസൂലിനെ കുറിച്ച് പറയാൻ സംഘടിപ്പിക്കപ്പെട്ട സദസ്സിൽ അവൻ പങ്കെടുക്കാൻ തയ്യാറായത് കാരണത്താൽ അവന്റെ പാപവും ഞാൻ മാപ്പാക്കി നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഹദീസ് പോലെ നമുക്ക് നിരന്തരം ദീനിന്റെ മജ്‌ലിസിൽ നാം ഇറങ്ങിപ്പോകുമ്പോൾ നമ്മെക്കുറിച്ച് അള്ളാഹുവും മലക്കുകളും പരസ്പരം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു പദവി നമുക്ക് ഏതാണ് ലഭിക്കാനുള്ളത്? നമ്മെക്കുറിച്ചായിരിക്കും അള്ളാഹു മലക്കുകളും സംസാരിക്കുന്നത്. ഒരു സദസ്സ് കഴിയുമ്പോഴേക്ക് നമുക്ക് സ്വർഗം അള്ളാഹു നൽകാമെന്ന വാഗ്ദാനം, നരകത്തിൽ നിന്ന് മോചനം നൽകാമെന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം, നമ്മുടെ പാപങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാമെന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം, ഇതൊക്കെ നമുക്ക് ലഭിച്ചിട്ടും നമ്മുടെ ഈമാൻ ബലഹീനമായിട്ടില്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ദർസിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുക? ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് നിങ്ങളോട് പറയാണ്, നാളെ ഒരു ദിവസം അധികം വന്നാൽ നിങ്ങൾക്ക് ഇത്ര റിയാല് തരാം, ഇത്ര വലിയ സമ്പാദ്യം തരാം, കോടികൾ തരാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആ ദിവസം ജോലി ഒഴിവാക്കുമോ? ഒരുപക്ഷെ അവന് തലവേദനയുണ്ടാകും, എന്നാലും അവൻ ജോലിക്ക് പോകും. ഒരുപക്ഷെ അവന് ബുദ്ധിമുട്ടുണ്ടാകും, അവൻ ജോലിക്ക് പോകും. പക്ഷേ അള്ളാഹുവിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് നമുക്ക് വേണ്ടതുപോലെ ബോധ്യമില്ല. അള്ളാഹു വാഗ്ദാനം നൽകുമ്പോൾ റബ്ബിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ വേണ്ടതുപോലെ നാം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള അബദ്ധങ്ങൾ നമ്മിൽ നിന്ന് സംഭവിക്കുന്നത്. അതുകൊണ്ട് ദീനിന്റെ മജാലിസുകൾ അത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. മലക്കുകൾ സന്നിഹിതരാകുന്ന സദസ്സാണത്. ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിങ്കൽ നിങ്ങളെക്കുറിച്ച് സംസാരിക്കപ്പെടാനുള്ള സദസ്സാണത്, സബബാണത് എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ സംസാരങ്ങൾ നിങ്ങൾ നോക്കിയാൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇബ്നു അബി ഷാഹീൻ അദ്ദേഹത്തിന്റെ ശർഹ് മദാഹിബ് അഹ്ലുസുന്ന എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി കാണാം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, തലബുൽ ഇൽമി അഫ്ളലു മിനൻ നാഫില, സുന്നത്ത് നിസ്കാരങ്ങളെക്കാൾ അള്ളാഹുവിങ്കൽ ഏറ്റവും പ്രാധാന്യമുള്ള ശ്രേഷ്ഠമായ കാര്യം എന്താണ്? തലബുൽ ഇൽമാണ്, ഇൽമു പഠിക്കലാണ്, ഇൽമിന്റെ സദസ്സുകളിൽ വന്നിരിക്കുക എന്നതാണ്. ഇതാരാ പറഞ്ഞ? ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്. ഇബ്നു റജബ് അൽ ഹംബലി അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിലും മറ്റും
അല്ലെങ്കിൽ ജാമിഉൽ ഉലൂമിലൊക്കെ അദ്ദേഹം പറയുന്നതായി കാണാം, 4 മദ്ഹബിന്റെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് സുന്നത്ത് നിസ്കാരങ്ങളെക്കാളും ശ്രേഷ്ഠമായ കാര്യം ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുക എന്നതാണ്. എന്താണ് കാരണം? സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും അഫ്ളൽ ഇൽമു പഠിക്കുന്നതാണ് എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും? സുന്നത്ത് നിസ്കാരത്തിന്റെ ഉപകാരം ആർക്ക് മാത്രമാണ്? നിസ്കരിക്കുന്നവന് മാത്രമാണ്. സുന്നത്ത് നോമ്പനുഷ്ഠിച്ചാൽ അതിന്റെ ഉപകാരം നോമ്പനുഷ്ഠിക്കുന്നവന് മാത്രമാണ്. എന്നാൽ ഇൽമിന്റെ ഉപകാരം അയാൾക്ക് മാത്രമാണോ? അല്ല, മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകാൻ അവന് സാധിക്കും, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അവന് സാധിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പൊതുവെ പറയുന്നത്, നഫഅ് മുതഅദ്ദിയാണെങ്കിൽ, മറ്റുള്ള ആളുകൾക്ക് കൂടി എത്തുന്ന ഉപകാരമാണെങ്കിൽ അതാണ് ശറഅ് എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ഇൽമിന്റെ സദസ്സുകൾ, പ്രിയപ്പെട്ടവരെ, എന്റെ അറിവനുസരിച്ച് ഇവിടെ അൽഹംദുലില്ലാ പല സദസ്സുകൾ നടക്കാറുണ്ട്, ദീനിനെ കുറിച്ച് സംസാരിക്കുന്ന സദസ്സുകൾ. അതുകൊണ്ട് ഇനിയുള്ള ദർസുകളിൽ ഒരു കാരണവശാലും മുടങ്ങാതെ പങ്കെടുക്കാൻ നാം ശ്രമിക്കുക. മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന് ദീനിൽ അവഗാഹം നൽകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാം. ആർക്കെങ്കിലും അല്ലാഹു നന്മ ഉദ്ദേശിച്ചാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ അവഗാഹം നൽകും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ പറയുന്നതായി കാണാം, അല്ലാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവന് ദീനിൽ അവഗാഹം നൽകുമെന്ന് പറഞ്ഞാൽ അതിന്റെ വിപരീത അർത്ഥം എന്താണ്? ഒരു വ്യക്തിക്ക് ദീനിൽ അറിവില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നന്മ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു വ്യക്തിക്ക് ദീനിൽ അറിവില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ പറയുന്നതായി കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ സംസാരം കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ നസീഹത്ത്, ദീൻ എന്ന് പറയുന്നത് നസീഹത്താണ്. ഒന്നാമത്തെ നസീഹത്ത്, ദീനിന്റെ മജാലിസുകളിൽ നിങ്ങൾ നിരന്തരം പങ്കെടുക്കുക, അതുമായി നിങ്ങൾക്കൊരു ബന്ധമുണ്ടാക്കുക, അതുമായി നിങ്ങൾക്ക് നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ദീനിന്റെ മജാലിസുകൾ ഉണ്ട് എന്ന് കേട്ടാൽ നിങ്ങൾ കഴിവിന്റെ പരമാവധി മറ്റു തിരക്കുകളിൽ നിന്ന് മാറി ആ മജ്ലിസുകളിൽ വന്നെത്താൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്കൊരു പക്ഷേ ജോലി തിരക്കുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടുംബപരമായ എന്തെങ്കിലും തിരക്കുണ്ടാകാം. അതൊക്കെ ക്രമീകരിച്ച് ദീനിന്റെ മജ്ലിസുകൾ ഉണ്ട് എന്ന് കേട്ടാൽ അവിടേക്ക് എത്താൻ നാം ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ എത്തിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹുവിങ്കൽ നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടും. അതിന് നമ്മെ സഹായിക്കുന്ന ചില ആളുകളൊക്കെ തുടക്കക്കാരായിരിക്കാം. അതിന് നമ്മെ സഹായിക്കുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അതിന് നമ്മൾ എങ്ങനെയാണ് തയ്യാറാകേണ്ടത്? അതിനൊന്നാമത്തെ കാര്യം നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക എന്നതാണ്. ഹൃദയം ശുദ്ധീകരിക്കുക, മനസ്സിനെ ശുദ്ധീകരിക്കുക. ഇത്രയും കാലം അൽഹംദുലില്ലാ നല്ല രൂപത്തിൽ തലബുൽ ഇൽമുമായി പോകുന്ന ആളുകൾ ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തുടരുക. ഇനി അതല്ല, ഇത്രയും കാലം പഠിച്ചിട്ടും ഇതുവരെ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാകാത്ത ആളുകളാണെങ്കിൽ, ഇനി പഠിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ആളുകളൊക്കെ പ്രത്യേകിച്ച് ഈ കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സിനെ നാം ശുദ്ധീകരിക്കുക. നമ്മുടെ ഹൃദയത്തിൽ ശിർക്ക് പാടില്ല, നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് പാടില്ല. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ഒരു അവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടായിക്കൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒരാളെ ആരാധിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ എന്തെങ്കിലും ബിദ്അത്തുകൾ നമുക്കൊരിക്കലും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പങ്കുചേർക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഷിർക്കിന്റെ എല്ലാവിധ ഇനങ്ങളിൽ നിന്നും നാം മുക്തമാകാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, ബിദ്അത്തുകൾ, അത് നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിക്കുക. ഒരു കാരണവശാലും ബിദ്അത്തുകൾ വരരുത്. അതുപോലെ തന്നെ പാപങ്ങളെ നാം സൂക്ഷിക്കുക. പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു എങ്കിൽ അത് ഇൽമിന് തടസ്സമാണ്. ഇൽമിന് തടസ്സമാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാപം. സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റഹിമഹുല്ലാ പറഞ്ഞതായി ഖതീബുൽ ബഗ്ദാദി അദ്ദേഹത്തിന്റെ അസ്സുഹ്ദ് വറഖായിഖ് എന്ന കിതാബിൽ പറഞ്ഞതായി കാണാം, ഹറാമുൻ അലാ ഖൽബിൻ അൻ യദ്ഖുലഹു അൻ-നൂർ വഫീഹി ഷൈഉൻ മിമ്മാ ഹറമഹുല്ലാഹ്. അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന ഒരു ശരീരത്തിൽ അല്ലാഹുവിന്റെ പ്രകാശം പ്രവേശിക്കുക എന്ന് പറയുന്നത് അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യമാണ്. നമ്മൾ ഹറാമ് ചെയ്യുക, ധാരാളം ഹറാമ് ചെയ്യുക. ഹറാം എന്ന് പറയുമ്പോൾ കള്ളു കുടിക്കണം എന്നില്ല, മറിച്ച് നമ്മൾ കളവ് പറയുന്നവരാണെങ്കിൽ ഇത് ഹറാമാണ്. ഭാര്യയോട് ളുൽമ ചെയ്യുന്നവരാണെങ്കിൽ അത് ഹറാമാണ്. ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഹറാമായ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇൽമ് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയില്ല. നമ്മളെപ്പോഴും ദീന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നമ്മളെല്ലാവരും ദീന് പഠിക്കുന്നവരാണ്. നാം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅതൻ നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ. ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ആരോടെങ്കിലും അല്ല,
നമ്മോടാണ് പറയുന്നത്. നിങ്ങളൊരു തെറ്റ് ചെയ്താൽ, മുഹമ്മദ് ഒരു തെറ്റ് ചെയ്താൽ, ഖാലിദ് ഒരു തെറ്റ് ചെയ്താൽ, സെയ്ദ് ഒരു തെറ്റ് ചെയ്താൽ, അംർ ഒരു തെറ്റ് ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ, അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വെക്കപ്പെടുന്നതാണ്. ഒരു കറുത്ത പുള്ളി അവിടെ വെക്കപ്പെടും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈദാ ഹുവ നസഅ വസ്തഗ്ഫറ വതാബ് സുഖില ഖൽബു, അവൻ ചെയ്തു പോയ തെറ്റിൽ പെട്ടെന്ന് തന്നെ അവന് ഖേദം തോന്നി, അവൻ തൗബ ചെയ്തു, അവൻ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയം ശുദ്ധീകരിക്കും. ആ കറുത്ത പുള്ളി അല്ലാഹു എടുത്തു നീക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇനി തൗബ ചെയ്യാതെ അവൻ ആ അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു കളവ് പറഞ്ഞു, ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വന്നു, ഭാര്യയോട് ദുൽമ ചെയ്തു, ഹൃദയത്തിൽ അടുത്ത കറുത്ത പുള്ളി വന്നു, സഹോദരനെ വഞ്ചിച്ചു, കറുത്ത പുള്ളി വന്നു, മറ്റൊരാളുടെ സമ്പാദ്യം അന്യായമായി നമ്മുടെ കൈക്കലാക്കി, മറ്റൊരു പുള്ളി വന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇദാ സാദ, ആരെങ്കിലും അങ്ങനെ പാപങ്ങൾ വർദ്ധിപ്പിച്ചാൽ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പുള്ളികൾ വെക്കുന്നതാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ യഅലു ഖൽബഹ്, ആ പുള്ളികൾ വന്ന് വന്ന് അവന്റെ ഹൃദയം കറുത്ത ഹൃദയമായി മാറും. എന്താണ് അത്തരക്കാരുടെ ഹൃദയത്തിന്റെ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാണ് അല്ലാഹു പറഞ്ഞത്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ചില ആളുകളുടെ ഹൃദയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സീൽ വെച്ചിരിക്കുകയാണ്. അവർ ചെയ്തിരിക്കുന്ന പാപങ്ങൾ കാരണത്താൽ അവരുടെ ഹൃദയത്തിന് അല്ലാഹു സീൽ വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക? സഈദ് ഇബ്നു ജുബൈറിനെ പോലുള്ള പണ്ഡിതന്മാർ, താബിഈങ്ങൾ വിശദീകരിച്ചതായി കാണാം. എത്ര നസീഹത്തുകൾ കേട്ടിട്ടും ഹൃദയത്തിന് മാറ്റമില്ലെങ്കിൽ ഒരുപക്ഷേ ആ ഹൃദയം അല്ലാഹു സീൽ വെച്ച ഹൃദയമായിരിക്കാം. ഇത് ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ എത്രയോ ക്ലാസുകൾക്ക് പോകുന്നു, ജുമുഅ ഖുതുബകൾക്ക് മസാജിദുകളിൽ പോകുന്നു, കാര്യങ്ങൾ കേൾക്കുന്നു, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല എങ്കിൽ, ജുമുഅ ഖുതുബകളിൽ മിമ്പറുകളിൽ വെച്ച് ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ് എന്ന വാക്കുകൾ കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, പിന്നെ എങ്ങനെയാണ് നമ്മെ നന്നാക്കാൻ മറ്റൊന്നിന് സാധിക്കുക? ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, ഖുർആൻ നന്നാക്കാത്ത ഒരു വ്യക്തിയെ നന്നാക്കാൻ മറ്റൊരു വസ്തുവിനും സാധിക്കുകയില്ല. ഖുർആൻ കേട്ടിട്ട് ഒരുവൻ നന്നാകുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവൻ നന്നാവുക? അതുകൊണ്ട് നാം ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഹൃദയത്തിന്റെ ശുദ്ധീകരണമാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇന്ന് തന്നെ എല്ലാവരും തീരുമാനം എടുക്കുക, ഇൻഷാ അല്ലാഹ് ഞാൻ തൗബ ചെയ്യും. ഞാൻ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഞാൻ തൗബ ചെയ്യും. അള്ളാഹുവിനോട് ഖേദിച്ച് എന്റെ പാപങ്ങളെ മാപ്പാക്കി നൽകാൻ ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യും. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുൻകഴിഞ്ഞ പാപങ്ങൾ, വരാനിരിക്കുന്ന പാപങ്ങൾ അവിടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി നൽകിയിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് വെറുതെ ഇരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നി അതൂബു ഇലല്ലാഹ് വഇന്നി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി ഫിൽ യൗമി 100 മറ. ഞാൻ ഒരു ദിവസം 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. 100 തവണ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചനം ചെയ്യുമെന്ന് പ്രവാചകൻ പറയുകയാണ്. നമ്മൾ എത്ര ആളുകൾ, പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും മുടങ്ങാതെ പാപമോചനം ചെയ്യാറുണ്ട്? എത്ര ആളുകൾ മുടങ്ങാതെ അസ്തഗ്ഫിറുല്ലാഹ് എല്ലാ ദിവസവും പറയാറുണ്ട്? നിസ്കാരശേഷം നമ്മൾ പതിവായി പറഞ്ഞു വരുന്ന രൂപത്തിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ മനസ്സറിഞ്ഞിരുന്ന്, റബ്ബേ എന്റെ പാപങ്ങൾ നീ മാപ്പാക്കി നൽകണം, നീ എനിക്ക് മാപ്പാക്കിയിട്ടില്ലെങ്കിൽ എന്റെ അവസ്ഥ വല്ലാതെ പ്രയാസത്തിലാകും എന്ന ബോധത്തിൽ സത്യസന്ധമായി മനസ്സറിഞ്ഞ് നാം ഉച്ചരിക്കുമ്പോൾ മനസ്സുകൊണ്ട് അതിന്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ സാധിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? നമ്മൾ ഇതൊക്കെ ഇല്ല എങ്കിൽ ഏത് സ്വർഗത്തെയാണ് നാം ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ ഉണ്ടായിട്ടും സഹാബത്ത് സ്വർഗത്തിൽ പോകുമോ എന്ന് ഭയപ്പെട്ടു. ഇതൊന്നും ഇല്ലായിട്ടും, പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പല ആളുകളും, എത്ര ആളുകൾക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്താൻ ഇന്ന് സാധിച്ചിട്ടുണ്ട്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇന്നത്തെ ദിവസം മനസ്സറിഞ്ഞുകൊണ്ട് എന്റെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാൻ സാധിച്ച എത്ര ആളുകളുണ്ട്? അതുകൊണ്ട് ഹൃദയത്തിന്റെ ശുദ്ധീകരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരു ദിവസം കൊണ്ട് വിചാരിച്ചാൽ നാളെ മുതൽ എന്റെ നിയത്തൊക്കെ നന്നാക്കി ഞാൻ നല്ലൊരു മനുഷ്യനായി മാറാമെന്ന് വിചാരിച്ചാൽ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതല്ല. സാബിത് അൽ ബുനാനി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. അനസ് ബിൻ മാലിക്കിന്റെ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം പറഞ്ഞു, 20 വർഷം ഞാൻ പരിശ്രമിച്ചപ്പോൾ അടുത്ത 20 വർഷം എനിക്ക് നന്നായി അമലുകൾ ചെയ്യാൻ സാധിച്ചു. അപ്പൊ അത് നിരന്തരം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. എന്റെ ഹൃദയം ശുദ്ധിയാകണം. പാപങ്ങൾ സംഭവിച്ചാൽ ഉടനെ അതിൽ നിന്ന് മാറി നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അത്ബിഇ സയ്യിഅത്തൽ ഹസന, ഒരു തിന്മ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ നന്മ ചെയ്യുക, തംഹുഹ, ആ നന്മ തിന്മയെ മായ്ച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ദീന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ സഹോദരങ്ങൾ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ നസീഹത്ത് ഹൃദയത്തിന്റെ ശുദ്ധീകരണമാണ്. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക, ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കുക, ഷിർക്കിൽ നിന്ന് മാറി നിൽക്കുക. അല്ലാഹുവിന്റെ ദീന് പഠിക്കാൻ നിരന്തരമായി നാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാത്തുകൾ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് കേട്ട് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ, അല്ലാഹുവിങ്കൽ റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ നമുക്ക് വിജയിക്കാനുള്ള മാർഗം അത് സ്വീകരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. രണ്ടാമത്തെ കാര്യം, ഇൽമു പഠിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഇഖ്ലാസോടുകൂടി പഠിക്കുക. നമ്മൾ പഠിക്കുന്നതിന് ഉദ്ദേശം എന്താ? അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം. അള്ളാഹുവിന് വേണ്ടി ഇൽമു പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന് വേണ്ടി ഇൽമു പഠിക്കുക. ഇമാം അഹ്മദിനോട് ഒരാൾ ചോദിച്ചു, തബഖാത്തുൽ ഹനാബിലയിൽ കാണാം നമുക്ക്. ഇമാം അഹ്മദിനോട് ചോദിച്ചു, എങ്ങനെയാണ് ഒരാൾക്ക് അള്ളാഹുവിന് വേണ്ടി ദീന് പഠിക്കാൻ സാധിക്കുക? എന്തായിരിക്കണം അയാളുടെ ലക്ഷ്യം? ഇമാം അഹ്മദ് പറഞ്ഞു, ലിറഫഇൽ ജഹ്ലി അൻ അൻഫുസിനാ വഅനിൻ നാസ്. ദീന് പഠിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മൾ എങ്ങനെയെങ്കിലും നന്നായി പോകണമെന്ന് മാത്രമല്ല, മറിച്ച് നമ്മൾ നന്നാകണം, ബാക്കിയുള്ള ആളുകൾക്ക് കൂടി ദീന് പഠിപ്പിച്ചു കൊടുക്കണം, ഈ ദീനിനെ എത്തിച്ചു കൊടുക്കണം. അതാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ നന്നായിട്ട് പഠിക്കുക, നമ്മൾ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, അത് മറ്റുള്ളവരിലേക്ക് പകർത്തി നൽകാനും നാം ശ്രമിക്കുക. ഇതാണ് ഇഖ്ലാസിന്റെ അടയാളമെന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, പഠിച്ചതനുസരിച്ചുകൊണ്ട് നമ്മൾ അമല് ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പഠിച്ച കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ എവിടെയെങ്കിലും ഒതുക്കി വെക്കാനുള്ളതല്ല, മറിച്ച് നമ്മൾ അമല് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഒരു ഹദീസ് പഠിച്ചു, അതനുസരിച്ച് അമൽ ചെയ്യുക. മർറൂദി റഹിമഹുല്ല പറയുന്നതായി കാണാം, ഇമാം അഹ്മദ് ഒരിക്കൽ എന്നോട് പറഞ്ഞു. ഇമാം അഹ്മദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹം പറയാണ്, ഞാൻ ഏത് ഹദീസ് കേട്ടാലും അതനുസരിച്ച് അമൽ ചെയ്യും, ഒരു തവണയെങ്കിലും അമൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയാണ് ഇമാം അഹ്മദ് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ ചെയ്ത ശേഷം ഹിജാമ ചെയ്ത വ്യക്തിക്ക് ഒരു ദീനാർ കൊടുത്തു എന്ന ഹദീസ് ഇമാം അഹ്മദ് ഒരിക്കൽ കേട്ടു. ഇമാം അഹ്മദ് പറയാണ്, അത് കേട്ട ഉടൻ ഞാൻ ഹിജാമ ചെയ്യാൻ വേണ്ടി പോവുകയും ഹിജാമ ചെയ്യുന്ന വ്യക്തിക്ക് ആ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യാൻ ഒരു ദീനാർ ഞാൻ കൊടുക്കുകയും ചെയ്തു എന്ന് ഇമാം അഹ്ലുസുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറയുന്നതായി നമുക്ക് കാണാം. ഇതായിരുന്നു സലഫുസ് സാലിഹീങ്ങൾ, നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ താബിഈങ്ങൾ, സഹാബികൾ. അവരുടെ അമലുകൾ ഇങ്ങനെയാണ് ചെയ്തത്. ഒരു കാര്യം കേട്ടാൽ അവരുടെ അമലുകളിൽ മുന്നേറും. അവർക്ക് ധൃതിയാണ് എങ്ങനെയെങ്കിലും അമലുകളിൽ മറ്റുള്ളവരെ മുൻകടക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ കൊണ്ടുവരാൻ ആളുകളോട് ആവശ്യപ്പെട്ടു, സദഖ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അന്ന് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, കുറച്ച് സമ്പാദ്യമുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഉമർ തീരുമാനമെടുത്തു, എപ്പോഴും അബൂബക്കർ അല്ലേ എന്നെക്കാളും മുന്നിലാകുന്നത്, അൽയൗമ അസ്ബിഖു അബൂബക്കർ, ഇന്ന് എന്തായാലും ഞാൻ മുന്നിലാകും. എപ്പോഴും അബൂബക്കറാണ് നന്മകളിൽ മുന്നേറുന്നത്, പക്ഷെ ഇന്ന് എന്റെ തീരുമാനം, ഇന്ന് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ഇന്ന് ഞാൻ മുന്നേറും. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ നേരെ പകുതിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് വന്നു. പ്രവാചകൻ ചോദിച്ചു, ഉമർ, ഇത്രയും അധികം താങ്കൾ കൊണ്ടുവന്നു, താങ്കളുടെ കുടുംബത്തിന് താങ്കൾ എന്താണ് ബാക്കി വെച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ പറഞ്ഞു, പ്രവാചകരെ, ഇതുപോലെ ഞാൻ താങ്കൾക്ക് കൊണ്ടുവന്നത് എന്താണോ അതുപോലെ തന്നെ എന്റെ വീട്ടിൽ എന്റെ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികിലുള്ള സമ്പാദ്യവുമായി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് ചോദിച്ചു, അബൂബക്കർ, താങ്കൾ എന്താണ് താങ്കളുടെ വീട്ടുകാർക്ക് വേണ്ടി ബാക്കി വെച്ചത്? അബൂബക്കർ പറഞ്ഞു, പ്രവാചകരെ, അവർക്ക് അള്ളാഹുവും റസൂലും ഉണ്ട്, സമ്പാദ്യമായിട്ട് അവർക്ക് ഞാനൊന്നും ബാക്കി വെച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞതുപോലെ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അവർ സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്നവരാണ്, അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി കൂടുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദിന് പോകണമെന്ന് പറയുമ്പോൾ സഹാബികൾ ഭൗതികമായ സകല സുഖങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുമെന്നറിഞ്ഞിട്ട് പോലും, ഒരുപക്ഷെ കൊല്ലപ്പെട്ടേക്കാം, ഷഹാദത്ത് വരിച്ചേക്കാം എന്നറിഞ്ഞിട്ട് പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ ഇറങ്ങിത്തിരിക്കാൻ അവർ തയ്യാറായതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവർക്കറിയാം അമലിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്, അവർക്കറിയാം എന്തിനാണ് ഈ അമൽ എന്നുള്ളത്, അവർക്കറിയാം ഈ അമൽ ചെയ്താലാണ് അള്ളാഹുവിന്റെ തൃപ്തി അവർക്ക് ലഭിക്കുക എന്ന ഉത്തമമായ ബോധ്യം അവർക്കുണ്ട്. നമ്മൾ ഇന്ന് പല ആളുകൾക്കും പല സദസ്സുകളിലും പങ്കെടുക്കുന്നു, ദീനിന്റെ മജാലിസുകളിൽ ഇരിക്കുന്നു, കാര്യങ്ങൾ കേൾക്കുന്നു, പക്ഷേ അമല് നോക്കിയാൽ അദ്കാറു സബാഹ് വൽ മസാ അറിയാത്ത ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? എല്ലാവർക്കും അറിയാം. അദ്കാറു സബാഹ് ഉണ്ട്, അദ്കാറുൽ മസാ ഉണ്ട്, അതിൽ 100 തവണ ചെല്ലേണ്ട ദിക്ർ ഏതാണ് എല്ലാവർക്കും അറിയാം. എത്ര ആളുകൾ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം രാവിലെ അദ്കാറുകൾ പരിപൂർണമായി ചൊല്ലിയവരുണ്ട്? എത്ര ആളുകൾ ഇന്ന് വൈകുന്നേരം അദ്കാറുകൾ പൂർണ്ണമായി ചൊല്ലിയ ആളുകളുണ്ട്? ഇതൊക്കെ നമ്മൾ ചെയ്യാതെ ഈ അദ്കാറുകൾ പഠിച്ചു വെച്ചതുകൊണ്ട് എന്താണ് കാര്യം? ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും കാരണങ്ങളാൽ ഒഴിവായി പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അധികവും നമ്മുടെ ജീവിതത്തിലെ അവസ്ഥ എന്താണ്? നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ അവർ പരസ്പരം മത്സരിച്ചിരുന്നു, അവർക്ക് പരാതിയാണ്. ചില സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ദഹബ അഹ്ലുദ് ദുസൂരി ബിൽ ഉജൂർ, ഈ സമ്പാദ്യമുള്ള ആളുകളൊക്കെ പ്രതിഫലവുമായിട്ട് പോവാണ്, നമുക്കത് കിട്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് കാര്യം, എന്താണ് പ്രശ്നം? സഹാബികൾ പറഞ്ഞു, പ്രവാചകരെ, അവർക്ക് പണമുണ്ട്, അവർ നമ്മെ പോലെ നിസ്കരിക്കുന്നുണ്ട്,
നമ്മെ പോലെ അവർ അദ്കാറുകൾ ചെല്ലുന്നുണ്ട്, പക്ഷേ നമുക്ക് സമ്പാദ്യം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സദഖ ചെയ്യാൻ പറ്റുന്നില്ല. അവരാകട്ടെ സദഖ ചെയ്യുന്നു. അവർക്കതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പാദ്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സഹാബത്തിന്റെ പരാതിയാണ്. അവർക്കതൊരു പ്രയാസമായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടവർ, നമുക്കിന്നാ ചിന്തയുണ്ടോ? നമ്മുടെ കൂടെയുള്ള ആളുകൾ വിത്ർ നിസ്കരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വിത്ർ നിസ്കരിക്കാൻ പറ്റുന്നില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ കൂടെയുള്ള ആളുകൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പനുഷ്ഠിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് അവനെ മുൻകടക്കുക? ഞാൻ ഇനി മുതൽ അയ്യാമുൽ ബീദ് അടക്കം നോമ്പനുഷ്ഠിക്കും എന്ന തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ രൂപത്തിൽ സൽക്കർമ്മങ്ങളിൽ മുന്നേറുക എന്ന് പറയുന്നത് സലഫു സാലിഹീങ്ങളുടെ സഹാബത്തിന്റെ ജീവിതമാർഗമായിരുന്നു. വസാരിഉ ഇലാ മഗ്ഫിറ, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കുക. ഇത് അല്ലാഹുവിന്റെ സഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അവരുടെ ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അമലിൽ കൊണ്ടുവരിക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ 10 ആയത്തുകൾ നമ്മൾ പഠിച്ചാൽ അത് അമലിൽ കൊണ്ടുവരുന്നതുവരെ അടുത്ത 10 ആയത്തുകൾ നമ്മൾ പഠിക്കാറില്ലായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാം. ഇതാണ് സഹാബത്തിന്റെ മാതൃക. പഠിച്ചത് നിങ്ങൾ അമലിൽ കൊണ്ടുവരിക. നിർബന്ധമായിട്ടും പഠിച്ചത് അമലിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ ആ പഠിച്ച കാര്യം അല്ലാഹുവെങ്കിൽ നമുക്ക് വിപരീതമായ ഗുണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇൽമ് അല്ലാഹുവിന് വേണ്ടി ഇഖ്ലാസോടുകൂടി പഠിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട 3 അടയാളങ്ങൾ: ഒന്ന്, നമ്മുടെ ജഹൽ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക; രണ്ടാമത്തേത്, ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഉദ്ദേശമുണ്ടാവുക; മൂന്നാമത്തേത്, പഠിച്ച കാര്യങ്ങൾ അനുസരിച്ച് നാം പ്രവർത്തിക്കുകയും ചെയ്യുക. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഹൃദയത്തിന്റെ ശുദ്ധീകരണമാണ്, രണ്ടാമത്തേത് ഇഖ്ലാസാണ്, മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമായി പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നാം മനസ്സിലാക്കുക. നമുക്ക് ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉബൂദിയ്യത്തിന്റെ ഭാഗമായി നമുക്ക് വാജിബായ ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നാം മനസ്സിലാക്കുക. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഒരു വ്യക്തി നിർബന്ധമായി പഠിക്കേണ്ട കാര്യം എന്താണ്? ഇമാം അഹ്മദ് പറഞ്ഞു, മാ യുഖീമു ബിഹി ദീന, അവന്റെ ദീന നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്കിനോട് സമാനമായ ചോദ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, അവന്റെ ദീൻ, അവൻ കച്ചവടം ചെയ്യുന്നവനാണെങ്കിൽ കച്ചവടത്തെക്കുറിച്ച് അവൻ പഠിക്കുക, അവൻ കുടുംബമുള്ളവനാണെങ്കിൽ കുടുംബത്തെക്കുറിച്ച് അവൻ പഠിക്കുക. ഇതവൻ പഠിക്കണം. ഇന്ന് പല ആളുകൾക്കും സംഭവിക്കുന്ന ഏറ്റവും വലിയ വീഴ്ച എന്താ പഠിക്കേണ്ടതെന്നറിയില്ല. അതുകൊണ്ട് തന്നെ വലിയ വിഷയങ്ങൾ, ഉമ്മത്തിന്റെ കാര്യങ്ങൾ, സമൂഹത്തിന് ഒന്നടങ്കം ബാധിക്കുന്ന വിഷയങ്ങളിലാണ് പല ആളുകൾക്കും വലിയ താല്പര്യം. അതിലാണ് സമയം ചെലവഴിക്കുന്നത്. അതിന്റെ പേരിൽ തർക്കിക്കുക, അതിന്റെ പേരിൽ ഗ്രൂപ്പുകളിൽ ചേർന്ന് വലിയ വലിയ ചർച്ചകൾ, സംവാദങ്ങൾ നടത്തുക. സാധാരണക്കാർ, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നമ്മെ പോലുള്ള ആളുകൾ ഇടപെടേണ്ട മസലകളല്ല ഇത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കേണ്ട എന്താ? നമ്മുടെ വുളൂ നന്നാക്കാൻ. പരലോകത്തെത്തിയാൽ അള്ളാഹു നമ്മോട് ചോദിക്കുമെന്ന് നമ്മോട് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുക. നമ്മുടെ വുളൂ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? വുളൂ ചെയ്യുന്നത് ശരിയാണോ? നമ്മുടെ നിസ്കാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കുക. നമുക്ക് പറയാൻ പറ്റുമോ? നിസ്കാരത്തിന്റെ തുടക്കം മുതൽ നിങ്ങൾ ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിക്കുക, എനിക്ക് ഇന്ന് പറയാൻ പറ്റുമോ ഞാൻ എഴുന്നേറ്റ് നിസ്കരിച്ച് നിസ്കാരം തുടങ്ങുന്നത് മുതൽ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് ഞാൻ പരിപൂർണമായി ഫോളോ ചെയ്യുന്നത് എന്ന് പ്രമാണത്തോടുകൂടി പറയാൻ സാധിക്കുന്ന എത്ര ആളുകളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ? നിസ്കാരത്തിൽ കൈകെട്ടേണ്ടത് ഇങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. റുക്കൂഇൽ പറയേണ്ടത് ഇങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ല, റുക്കൂഇൽ എനിക്ക് ഇന്ന ദുആ കൂടി പറയാം, കാരണം പ്രവാചകൻ അത് പറഞ്ഞിട്ടുണ്ട്. റുക്കൂഇൽ മൂന്നാമതൊരു ദുആ ഉണ്ട്, അത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇഅ്തിദാലിൽ വന്നാൽ ഇങ്ങനെ ചെയ്യണം. മൂന്നാമത്തെ റക്അത്തിലെത്തിയാൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇനി ഓതാതിരിക്കാം, അതും ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? അത് നമുക്കില്ല എങ്കിൽ അതിനപ്പുറം സംസാരിക്കാൻ നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നമ്മുടെ കുടുംബ വിഷയം, അത് ഇൻഷാ അല്ലാഹ് അവസാനം 1-2 വിഷയങ്ങൾ സൂചിപ്പിക്കാം. നമ്മുടെ കുടുംബ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പാലിക്കുന്ന എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്? അപ്പൊ നാം ഓരോരുത്തരും, പ്രിയപ്പെട്ടവരെ, നമുക്ക് വാജിബായ കാര്യങ്ങളുണ്ട്, അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ അള്ളാഹു നമ്മെ വിചാരണക്കെടുക്കുന്ന വിഷയങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചോദ്യമുണ്ടാകും, ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ട വിഷയങ്ങൾ. നമ്മുടെ സന്താനം നമ്മോട് ചോദ്യം ചെയ്യും. നമ്മളിവിടെ വാട്സപ്പിൽ ഇരുന്ന് തല്ലുകൂടെയായിരിക്കും ആളുകളോട്, വാട്സപ്പിൽ ഇരുന്ന് വലിയ സംവാദങ്ങൾ നടത്തായിരിക്കും. നമ്മുടെ മോനിവിടെ നിസ്കരിക്കാതെ, അവന്റെ പ്രായമെത്തിയിട്ടും അവൻ നിസ്കരിക്കാതിരിക്കുന്നുവെങ്കിൽ അവന്റെ ഉത്തരവാദിത്തം നമുക്കാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ TV വെച്ചു കൊടുത്തിട്ടുണ്ടാകും, അവനവിടെ മ്യൂസിക് കാണുന്നുണ്ടാകും, മ്യൂസിക് കേൾക്കുന്നുണ്ടാകും, ഹറാമായ കാര്യങ്ങൾ കാണുന്നു. നമ്മളിവിടെ വലിയ വിഷയങ്ങളിൽ ചർച്ചയാണ്. എന്ത് ഉത്തരവാദിത്തമാണ് ഒരു ഉപ്പ എന്ന നിലയിൽ നാം ഓരോരുത്തരും നിർവഹിച്ചിട്ടുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ കാര്യം എന്താണോ അത് നാം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം
കഴിവിന്റെ പരമാവധി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ രക്ഷപ്പെടുക എന്ന ഉദ്ദേശം മാത്രമായിരിക്കണം. റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടുക. എല്ലാത്തിലും കയറിയ അഭിപ്രായം പറഞ്ഞാൽ ഇതിനൊക്കെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ശരിക്കും നിങ്ങൾ ചിന്തിക്കുക, മൻ കാന യുഅ്മിനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, വൽ യൗമിൽ ആഖിർ, അന്ത്യനാൾ സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ. ഇത് കേവലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാക്കിൽ ഒതുക്കേണ്ട വിഷയമല്ല. അല്ലാഹുവിലുള്ള നിങ്ങളുടെ വിശ്വാസം സത്യസന്ധമാണെങ്കിൽ പരലോകം സംഭവിക്കും, നിങ്ങൾ മരണപ്പെടും, അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണയുണ്ട് എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നെങ്കിൽ, നരകമുണ്ട്, സ്വർഗമുണ്ട്, വിചാരണയുണ്ട്, ഹിസാബുണ്ട്, മീസാനുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫല്യഖുൽ ഖൈറൻ, ഒന്നുകിൽ നല്ലത് പറയുക, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകനോട് നസീഹത്ത് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദ് കുഫ അലൈക ഹാദാ, നീ നിന്റെ നാവിനെ നിയന്ത്രിക്കുക. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പരലോകത്ത് വിചാരണയുള്ളതാണോ? എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹൽ യകുബ്ബു الناس على وجوههم ഔ على مناخرهم ഇല്ലാ ഹസായിദു അൽസിനതിഹിം. നാം നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന വിഷയങ്ങൾ കാരണത്താലല്ലാതെ മറ്റെന്ത് കാരണത്താലാണ് മുഖത്ത് വലിച്ചയച്ചുകൊണ്ട് നരകത്തിലേക്ക് ആളുകളെ കൊണ്ടുവരപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹസായിദുൽ അൽസുൻ എന്ന് പറഞ്ഞാൽ നാവിന്റെ വിഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇബ്നു ഫാരിസ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, മാ ഖീല ഫിന്നാസി വഖുതിയ അലൈഹിം ബി. ഹസീദ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മുഖത്ത് വലിച്ചയച്ചുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുവരാൻ കാരണമാകുന്ന ഹസീദ എന്ന് പറഞ്ഞാൽ, നാം ഒരാളെ കുറിച്ച് പറയാണ്, അയാൾ ഒന്നിനും കൊള്ളാത്ത ആളാണ്, അയാൾ ഒരു വിവരമില്ലാത്ത ആളാണ്. ഇത് നമ്മൾ ഒരാളോട് പറഞ്ഞു, അയാൾ കേട്ട് മറ്റൊരാളോട് അത് പറഞ്ഞു. ഇങ്ങനെ ആളുകൾക്ക് മേൽ നാം വിധിവെക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നതാണ് ഹസീദ എന്നതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് ഇബ്നു ഫാരിസ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു വിഷയം സംസാരിക്കുന്നുണ്ടെങ്കിലും റബ്ബിന്റെ മുമ്പിൽ നമുക്ക് മറുപടി ഉണ്ടാകണം. വല്ലാഹി സുമ്മ വല്ലാഹ്, പരലോകത്തെത്തിയാൽ റബ്ബിന്റെ മുമ്പിൽ ചോദ്യമുണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ അള്ളാഹു പറഞ്ഞതുപോലെ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, പരലോകത്തെത്തിയാൽ വായക്ക് സീൽ വെക്കും. വതുകല്ലിമുനാ ഐദീഹിം, നമ്മുടെ കൈകൾ സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, കാലുകൾ സാക്ഷി പറയും. അള്ളാഹുവിന്റെ മുമ്പിലെത്തിയാൽ വിചാരണ എന്ന് പറയുന്നത് എത്ര ഭയാനകമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ പറഞ്ഞതുപോലെ, ഫഇന്നഹു മൻ നൂഖിശൽ ഹിസാബ ഉദ്ദിബ്. ആയിഷ, അള്ളാഹു എങ്ങാനും ആരെയെങ്കിലും വിചാരണക്ക് ശക്തമായി എടുക്കുകയാണെങ്കിൽ അവൻ നശിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അള്ളാഹുവിന്റെ കാരുണ്യമല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. അള്ളാഹുവിന്റെ കാരുണ്യമല്ലാതെ പ്രിയപ്പെട്ടവർ ഒരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ തീരുമാനിക്കുക, എനിക്ക് വാജിബായ കാര്യം എന്താണോ അത് ഞാൻ മനസ്സിലാക്കും, അതിനപ്പുറത്തേക്ക് ഞാൻ മിണ്ടാതിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമത നജാ, മിണ്ടാതിരിക്കുന്നവൻ രക്ഷപ്പെട്ടു, മിണ്ടാതിരിക്കുന്നവൻ രക്ഷപ്പെട്ടു. അനാവശ്യ കാര്യങ്ങളിൽ കയറി സംസാരിക്കുക, നമുക്ക് ഉതകാത്ത മസലകളിൽ കയറി സംസാരിക്കുക, വലിയ മസലകളിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകളുള്ള വിഷയത്തിൽ രണ്ട് ഭാഗം കേൾക്കാതെ ഏതെങ്കിലും ഒരു ആയത്ത്, ഒരു ഹദീസ് കേട്ടിട്ട് ഇതാണ് ശരി എന്ന് പറഞ്ഞ് നമ്മൾ വാദിക്കുക പാടില്ല. നമ്മൾ വിഷയങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. കഴിവിന്റെ പരമാവധി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റബ്ബിന്റെ മുമ്പിൽ വിചാരണ കുറക്കാൻ നമുക്ക് എന്തൊക്കെ സാധിക്കാൻ നമ്മൾ ചെയ്യാം. നിങ്ങൾ നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഒരിക്കൽ പറയാണ്, ധാരാളം ആളുകൾ, 70,000 ആളുകൾ ഒരു ഹദീസിൽ വന്നതുപോലെ 70,000 ആളുകൾ ഹിസാബും അദാബും ഇല്ലാതെ സ്വർഗത്തിൽ പോകും, വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകും. ഇത് കേട്ട ഉടൻ സഹാബികൾ ചോദിച്ചെന്താ? ഉക്കാശ റളിയല്ലാഹു അൻഹു എന്നിട്ട് പറയുന്നു, പ്രവാചകരെ, എന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ താങ്കളൊന്ന് ദുആ ചെയ്യണം. കാരണം അവർക്കറിയാം എന്താണ് ഹിസാബ് എന്നുള്ളത്, അവർക്കറിയാം ഹിസാബിന്റെ കാഠിന്യം എത്രമാത്രമുണ്ടെന്ന്. അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിയാൽ വിചാരണ എന്ന് പറയുന്നതിന്റെ ഗൗരവം സഹാബത്ത് മനസ്സിലാക്കി. നമ്മളിന്ന് പലപ്പോഴും വലിയ വിഷയങ്ങളിൽ സംസാരിക്കുന്നതും അനാവശ്യമായ കാര്യങ്ങളിൽ തർക്കിക്കുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? ഹിസാബിന്റെ ഗൗരവം നമുക്കറിയില്ല. സഹാബത്തിന്റെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ കാണാം, താബിഈങ്ങളിൽപ്പെട്ട ചില ആളുകൾ ഒരു സഹാബിയുടെ വീട്ടിലേക്ക് വരും, ഒരു സംശയമായിട്ട് വരും. അദ്ദേഹം പറയും, അടുത്ത ആളോട് ചോദിച്ചോ? ഞാൻ പറയുന്നില്ല. അടുത്ത ആളുടെ അരികിൽ പോകും, അയാൾ പറയും, മൂന്നാമത്തെ വീട്ടിലേക്ക് പോയി ചോദിക്കൂ. മൂന്നാമത്തെ ആൾ പറയും, എനിക്കറിയില്ല, നിങ്ങൾ മറ്റൊരാളോട് ചോദിക്കൂ. അങ്ങനെ അവസാനം ചോദിച്ച വ്യക്തി ഒന്നാമത്തെ വീട്ടിലേക്ക് എത്താറുണ്ട് എന്ന് അവരുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. എന്തുകൊണ്ടാണ്? ഇന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചാൽ നമ്മൾ എന്താ പറയാം? ഇന്ന വിഷയത്തിലെ ഹുക്കം എന്താ? എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, എനിക്ക് തോന്നുന്നത് അത് പ്രശ്നമില്ല, ഹലാലാണ്, എനിക്ക് തോന്നുന്നത് അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാണ്. നമ്മുടെ മക്കൾക്ക് അസുഖം വന്നാൽ നമ്മൾ ചെയ്യോ? നമ്മൾ പറയോ? എനിക്ക് തോന്നുന്നത് ഇന്ന മെഡിസിൻ നല്ലതാണ്, അതുകൊണ്ട് ആ മെഡിസിൻ കൊടുക്കാൻ നമ്മൾ പറയോ? പറയില്ല. പക്ഷെ ദീനിന്റെ വിഷയത്തിൽ ആളുകൾ വല്ലാതെ അലസതയാണ്. ആളുകൾ സംസാരിക്കാൻ തുടങ്ങി, എല്ലാവരും അഭിപ്രായങ്ങൾ പറയാ ദീനിന്റെ വിഷയത്തിൽ. ദീൻ എന്ന് പറയുന്നത്
ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞതുപോലെ നിങ്ങളൊരു വിഷയത്തിൽ പറയാണ് ഇത് അള്ളാഹുവിന്റെ വിധിയാണ്, അല്ലെങ്കിൽ ഇത് ഹലാലാണ്, ഇത് ഹറാമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ വിധി ഇന്നതാണ്. നിങ്ങൾ പറയുന്നത് കളവാണെങ്കിൽ അള്ളാഹുവിന്റെ മേൽ നിങ്ങൾ കളവ് പറഞ്ഞവനെ പോലെയാണ്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അല്ലെങ്കിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറഞ്ഞത്, ഒരു വ്യക്തി ദീനിൽ ഒരു കാര്യം പറഞ്ഞു എന്ന് സങ്കല്പിക്കുക, അയാൾക്ക് അറിയില്ലായിരുന്നു, അറിയാതെ പറഞ്ഞതാണ്, പക്ഷെ പറഞ്ഞത് ശരിയാണ്, അങ്ങനെയാണെങ്കിൽ അയാൾ കുറ്റക്കാരനാണ്. ഇപ്പൊ നമ്മളൊരു കാര്യം നമ്മളോട് ഒരാൾ ചോദിച്ചു, ഇന്ന വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിസ്കാരത്തിൽ ഇങ്ങനെ ചെയ്താൽ നിസ്കാരം സഹിയാവും, തോന്നുന്നു നിസ്കാരം ശരിയാവും, നമ്മൾ പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷേ അറിവില്ലാതെയാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ കുറ്റക്കാരനാണ്. കാരണം അറിവില്ലാതെ ദീനിൽ സംസാരിക്കുക എന്നുള്ളത് പാടില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വാജിബായ കാര്യം, നാം പഠിക്കേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നാം നല്ല ബോധ്യമുള്ളവരാവുക. നാലാമത്തെ വിഷയം, ഇൽമ പഠിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പഠിക്കുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക. നമ്മൾ ഇനി ഇൻഷാ അല്ലാഹ് ഇവിടെ തുടർച്ചയായി നിങ്ങൾക്ക് ദർസുകളും മറ്റും ലഭിക്കുമ്പോൾ അത് നമ്മൾ എഴുതിയെടുക്കുക. കാരണം കേവലം ദർസിൽ വന്നിരുന്ന് ആ ദർസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടു, പിന്നെ ആ ദർസിൽ നിന്ന് പിരിഞ്ഞുപോയി, പിന്നെ ആ ദർസുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിൽ അതൊരു ഉപകാരം ചെയ്യില്ല. മറിച്ച് നിങ്ങൾ ഒരു കാര്യം കേട്ടാൽ അത് എഴുതിയെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ്, നിങ്ങളെ ഇൽമിനെ എഴുതി വെച്ചുകൊണ്ട് അതിനെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തബറാനി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ്, നിങ്ങൾ എഴുതി വെച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇമാം മുസ്ദിയെ പോലെ ദാറഖുത്നിയെ പോലുള്ള ആളുകളൊക്കെ ആയിരിക്കണം, എന്നാൽ പിന്നെ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഇമാം മുസ്ദിയൊക്കെ ഒരു കാര്യം കേട്ടാൽ മനപ്പാടാക്കി പോകും, അറിയാതെ മനപ്പാടാക്കി പോകും. ചില സലഫുകളുടെ ചരിത്രത്തിലൊക്കെ കാണാം, ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജിനെ പോലെ അവർ പട്ടണങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ ചെവിയിൽ വിരൽ വെക്കുമായിരുന്നു. കാരണം സംസാരങ്ങൾ കേട്ടാൽ മനപ്പാടായി പോകും. അങ്ങനെയുള്ള ഉലമാക്കളെ കൊണ്ടാണ് അള്ളാഹു ഈ ദീന് സംരക്ഷിച്ചത്. അങ്ങനെയുള്ള പണ്ഡിതന്മാർ, ഇമാം ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ലാ, അദ്ദേഹം ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിൽ ഒരു സിന്ദീഖ്, നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല, കൂട്ടത്തിൽ ഒരു സിന്ദീഖ്, ഒരു നിരീശ്വരവാദി ചില ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിച്ചമച്ചു. ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ല അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറഞ്ഞു, ഇവിടെ ഫസാദ് ഉണ്ടാക്കി. ഹാറൂൻ റഷീദ് റഹിമഹുല്ലയോട് അദ്ദേഹം പറഞ്ഞു, താങ്കൾ എന്നെ കൊന്നുകളഞ്ഞാൽ 4000-ഓളം ഹദീസുകളാണ് ജനങ്ങൾക്കിടയിൽ ഞാൻ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഈ ഹദീസുകളെ വേർതിരിച്ചെടുക്കാൻ, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുക? ഞാൻ നിർമ്മിച്ചു വിട്ടതാണ്. ഹാറൂൻ റഷീദ് റഹിമഹുല്ല അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, യാ അദുവല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രുവേ, അബൂ ഇസ്ഹാഖ് അൽ ഫസാരിയും അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്കും ജീവിച്ചിരിക്കുന്ന നാട്ടിൽ നിന്നാണ് നീ ഇത് സംസാരിക്കുന്നത് എന്ന് ഓർമ്മ വേണം. ഫഇന്നഹുമാ യൻഖുലാനിഹി ഹർഫൻ ഹർഫ, ഓരോ ഹർഫ് വേർതിരിക്കാൻ കഴിവുള്ള അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്കും അബൂ ഇസ്ഹാഖ് അൽ ഫസാരിയും റഹിമഹുമല്ലാഹ് അവർ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ എനിക്ക് ഈ വിഷയത്തിൽ യാതൊരു ഭയവുമില്ല എന്ന് ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാം. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഈ രൂപത്തിൽ ഹിഫ്ളുള്ള ദീനിനെ സംരക്ഷിക്കുന്ന പണ്ഡിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ വിഷയം, പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതിയെടുക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക. എന്തിനാ എഴുതിയെടുക്കുന്നത്? എഴുതിയെടുത്തിട്ടില്ല എങ്കിൽ പ്രശ്നം, പല ആളുകളും ദർസിൽ വരും, ചില കാര്യങ്ങൾ കേൾക്കും. പ്രത്യേകിച്ച് ഏതെങ്കിലും കിതാബുകളൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ദർസിൽ വരും, അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നത് വരെ ഈ വിഷയവുമായിട്ട് അവന് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അങ്ങനെ ആവാൻ പാടില്ലല്ലോ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വീട്ടിലെത്തിയാൽ മുറാജഅ ചെയ്യണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ഖതീബ് അൽ ബഗ്ദാദി അദ്ദേഹത്തിന്റെ അൽ ജാമിഇൽ ഉദ്ധരിക്കുന്നതായി കാണാം. കുന്നാ നകൂനു ഇൻദ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഞങ്ങളെല്ലാവരും പ്രവാചകന്റെ മജ്ലിസിൽ ചെന്നിരിക്കും. ഫനസ്മഉ മിൻഹുൽ ഹദീസ്, പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കും. ഫൈദാ ഖുംനാ തദാകർനാഹു ഫീമാ ബൈനനാ ഹത്താ നഹ്ഫള, അവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ നമ്മൾ പരസ്പരം ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ മുദാക്കറ ചെയ്യാറുണ്ടായിരുന്നു എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. നമ്മൾ അഹ്ലുസ് സുന്ന എന്ന് പറയുമ്പോൾ ആരുടെ മാർഗമാണ് നമ്മൾ പിൻപറ്റേണ്ടത്? സഹാബത്തിന്റെ മാർഗമാണ്. സഹാബികളുടെ മാർഗം എന്തായിരുന്നു? അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മജ്ലിസ് കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം ഇരുന്നിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യും. നമ്മൾ എത്ര ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്നൊക്കെ പറയുന്നതിന്റെ ആശയം എന്താണ്? ഇങ്ങനെയുള്ള വിഷയങ്ങളാണ്. ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ നിങ്ങളൊരു ദർസിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം എപ്പോഴെങ്കിലും അടുത്ത ദർസെത്തുന്നതിന് മുമ്പ് തീരുമാനിക്കുക, ഇന്ന ദിവസം എല്ലാവരും ഇന്ന വീട്ടിൽ കൂടാം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നമുക്ക് കൂടാം, എന്നിട്ട് നമ്മൾ ഈ മസ്അല പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഒന്ന് മുറാജഅ ചെയ്യാം. പുരുഷന്മാര് തീരുമാനമെടുക്കുക, നമ്മൾ പരസ്പരം മുറാജഅ ചെയ്യാം. അതെല്ലാവരും ഒന്നിച്ചു വേണമെന്നില്ല. ഒരു 5 ആളുകൾ വേറെ, അടുത്ത 5 ആളുകൾ വേറെ, നിങ്ങൾ ഒന്നിച്ചിരുന്ന് പഠിച്ച കാര്യങ്ങൾ മുറാജഅ ചെയ്യാം. ഒരുപക്ഷെ ആരെങ്കിലും ദർസ് കേൾക്കുന്നതിനിടയിൽ ഒരു വിഷയം അയാൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. നിങ്ങൾ 5 ആൾ ഒന്നിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് നഷ്ടപ്പെട്ടത് അടുത്ത ആൾ ഉണർത്തിക്കൊടുക്കും. ഇന്ന കാര്യം ഇന്ന ദർസിൽ പറഞ്ഞിരുന്നു, ഇന്ന ഹദീസ് പറഞ്ഞിരുന്നു, ആ ഹദീസ് നീ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല,
ആ ഹദീസ് ഒന്ന് എഴുതിയെടുക്കുക. ഇങ്ങനെ ഓരോരോ ദിവസം നമുക്കൊരു പുരോഗമനം ഉണ്ടാകുന്നു, നമ്മുടെ അവസ്ഥ നന്നാകുന്നുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കാനാവുന്നുണ്ട് എന്നൊരു ബോധ്യം, എന്നൊരു ഉറപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ നിങ്ങളോട് നാളെ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞാൽ അതിന് തയ്യാറാകുന്ന അവസ്ഥയിൽ ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. മൻസൂർ ബിൻ ജാദാൻ റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം, അദ്ദേഹത്തോട് നാളെ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അമലുകളൊന്നും വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അവർ തയ്യാറായിരുന്നു മരണത്തിന് തയ്യാറായിരുന്നു. ഈ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കുക, എല്ലാ ദിവസവും നമ്മൾ ഉറപ്പുവരുത്തുക. ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളിൽ പണ്ഡിതന്മാർ പറയുന്ന ഒരു വിഷയമാണ് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും, അല്ലെ? ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. ഇതറിയാത്ത ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? പക്ഷേ നാം പ്രിയപ്പെട്ടവരെ മനസ്സറിഞ്ഞ് നാം ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിക്കുക, നമ്മൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഈമാൻ കൂടിയോ കുറഞ്ഞോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തെക്കുറിച്ച്? ഇന്ന് വരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഈമാനിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്? അള്ളാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയാറില്ല നമ്മൾ മുഅ്മിനീങ്ങളാണെന്ന്. അള്ളാഹു പറയുന്നു, യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഇദാ ദുകിറല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ മനസ്സൊന്ന് പിടക്കും, അവരൊന്ന് പേടിക്കും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുന്നത് കേട്ടാൽ അവരുടെ ഈമാനിൽ വർധനമുണ്ടാകും. അവരാണ് മുഅ്മിനീങ്ങൾ. നിങ്ങൾ ഇശാ നിസ്കാരത്തിന് ഇമാം ഓതുന്നത് കേട്ടു. എത്ര ആളുകളുടെ മനസ്സിൽ ഈമാൻ വർദ്ധിച്ചിട്ടുണ്ട്? എത്ര ആളുകൾക്ക് ആ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്? ഈ ആയത്ത് കേട്ടപ്പോൾ എന്റെ ഈമാൻ ഒന്ന് അധികരിച്ചിട്ടുണ്ട് എന്ന തോന്നൽ പ്രിയപ്പെട്ടവരെ എത്ര ആളുകളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്? നാം എത്രമാത്രം ഖുർആൻ കേൾക്കുന്നു, എത്രമാത്രം ആയാത്തുകൾ കേൾക്കുന്നു, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു ഈമാൻ ഉണ്ടാക്കുന്നില്ല എങ്കിൽ, ഒരു ചിന്തയുണ്ടാക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാനിന്റെ അവസ്ഥ എന്താണ്? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ഏത് ഈമാനുമായിട്ടാണ്? എന്താണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സഹാബി വന്നിട്ട് ചോദിക്കുന്നു, പ്രവാചകരെ മതസ്സാഅ, എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? പ്രവാചകൻ തിരിച്ചു ചോദിച്ചു, മാദാ അഅദ്ത ലഹാ, ചോദിക്കുന്നവനോട് പ്രവാചകന്റെ ചോദ്യം, അതിനുവേണ്ടി നീ എന്താണ് തയ്യാറാക്കിയിട്ടുള്ളത്? നാളെ പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി കിടന്നുറങ്ങി നാളെ രാവിലെ അള്ളാഹു നിങ്ങൾക്ക് റൂഹിനെ തിരിച്ചു നൽകിയിട്ടില്ല എങ്കിൽ, റബ്ബിന്റെ തീരുമാനം നിങ്ങളുടെ റൂഹിനെ അവിടെ പിടിച്ചു വെക്കാനാണെങ്കിൽ, നാളെ നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് വരെ നമ്മുടെ പേര് വിളിച്ച ആളുകൾ നമ്മെ കുറിച്ച് പറയും മയ്യത്താണ്. എപ്പോഴാണ് മയ്യത്ത് എടുക്കുന്നത്? എപ്പോഴാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്? എപ്പോഴാണ് ജനാസ നിസ്കാരം? അങ്ങനെ നമ്മുടെ ശരീരം മഖ്ബറയിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അള്ളാഹു എങ്കിൽ നമ്മുടെ വിചാരണക്കെത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്ത് മറുപടിയാണ് അള്ളാഹുവിനോട് നമുക്ക് പറയാനുള്ളത്? എന്ത് മറുപടിയാണ് നാം തയ്യാറാക്കിയിട്ടുള്ളത്? ഇത്രയും സുഖസൗകര്യങ്ങൾ, അള്ളാഹു നൽകുന്ന സകല സുഖസൗകര്യങ്ങളും നമുക്ക് അൽഹംദുലില്ലാഹ് ഉണ്ട്. ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്. നമ്മുടെ മുൻഗാമികൾക്ക് ഇതൊന്നുമില്ല. ഇമാം ബുഖാരി റഹിമഹുല്ലാ സഹീഹുൽ ബുഖാരി എഴുതുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വെളിച്ചമില്ലായിരുന്നു, ലൈറ്റ് ഇല്ലാതെയാണ് അദ്ദേഹം ആ കിതാബ് എഴുതിയത്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, നിലാവെളിച്ചത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ആ ഹദീസുകൾ എഴുതുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടു, മരിക്കാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു. പരീക്ഷണങ്ങൾ കാരണത്താൽ എല്ലായിടത്തും ആട്ടി ഓടിക്കപ്പെട്ടു അദ്ദേഹം. പക്ഷേ ഇമാം ബുഖാരി റഹിമഹുല്ലാ ക്ഷമിച്ചു, അദ്ദേഹം സബർ ചെയ്തു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ എത്ര തവണ ജയിലിൽ കിടന്നു? 6 തവണയോളം ഷെയ്ഖുൽ ഇസ്ലാം ജയിലിൽ കിടന്നു. ജയിലിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം ക്ഷമിച്ചു, അദ്ദേഹം സബർ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ അദ്ദേഹത്തിന് അത് ഉന്നതമായ പദവികൾക്ക് കാരണമാകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിലേക്ക് തിരിച്ചു മടങ്ങേണ്ട ദിവസം അത് എന്തായാലും ഉണ്ടാകും. നമുക്ക് ആർക്കും അതിൽ തർക്കമില്ല. അതുകൊണ്ട് സഹാബത്തിന്റെ മാർഗം നമ്മൾ മുറുകെ പിടിക്കുക, അവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ മുറാജഅ ചെയ്യുന്ന ഒരു പതിവ് നമുക്കിടയിൽ ഉണ്ടാക്കുക. അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ. നമ്മൾ പരസ്പരം ഇരുന്നാൽ അള്ളാഹുവിനെ കുറിച്ച് പറയാം. ഇപ്പൊ സഹാബത്തിന്റെ ചരിത്രങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാം, 2 സഹാബികൾ പരസ്പരം കണ്ടുമുട്ടിയാൽ സൂറത്തുൽ അസ്ർ ഓതിക്കൊടുക്കുമായിരുന്നു. സൂറത്തുൽ അസ്ർ ഓതിക്കൊടുക്കും. എന്താണ് അതിന്റെ പൊരുൾ? എന്തിനാണ് അവർ ഓതിക്കൊടുക്കുന്നത്? ഒരു ഉണർത്തലാണ്, ഒരു നസീഹത്താണ്. എന്താണ് ആ നസീഹത്ത്? ആ നസീഹത്തിന്റെ ആശയം എന്താണ്? നമുക്കിത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ പരസ്പരം പറയാം, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇതാ ഞാനും നീയും നശിച്ചവനാണ്, നമ്മളൊക്കെ നശിച്ചവരാണ്, നഷ്ടത്തിലാണ് നമ്മളെല്ലാവരും. നമുക്ക് വിജയിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ പാലിച്ചേ പറ്റൂ. ഇല്ലല്ലദീന ആമനു, വിശ്വസിക്കണം, വിശ്വാസമായിരിക്കണം. പേരുകൊണ്ട് മുസ്ലിമായ പോരാ, മുഅ്മിനായിരിക്കണം, വിശ്വാസം ഉണ്ടാകണം. വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യണം. വതവാസൗ ബിൽ ഹഖ്, പരസ്പരം ഹക്ക് കൊണ്ട് പറഞ്ഞു കൊടുക്കണം, നല്ല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കണം. വതവാസൗ ബിസ്സബ്ർ, അതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കാൻ പരസ്പരം വസിയത്ത് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, ഇതേതെങ്കിലും ഒരു വ്യക്തിയുടെ സംസാരമല്ല, ഇത് അള്ളാഹുവിന്റെ സംസാരമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഈ 4 കാര്യങ്ങളുള്ളവരാണ് പരിപൂർണമായി വിജയിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ 4 കാര്യം നാം ഓരോരുത്തരിലും ഉണ്ടോ? ഇത് പാഴ് സംസാരമല്ലല്ലോ.
വെറുതെ അള്ളാഹു അവതരിപ്പിച്ചൊരു കാര്യമല്ലല്ലോ. വൃത്തികെട്ട ജീവിതം നയിച്ചിരുന്ന സഹാബത്തിന്റെ ജീവിതം മാറ്റിയത് ഈ ഖുർആനാണ്. ഈ ഖുർആൻ നമ്മൾക്കറിയാം, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. സൽക്കർമ്മങ്ങൾ ചെയ്യണം, വിശ്വസിക്കണം, പരസ്പരം നന്മയും പരസ്പരം സബറും ഉപദേശിക്കണമെന്ന് അള്ളാഹുവിന്റെ വസിയത്താണ്. അത് നിങ്ങൾ ഉപദേശിക്കണം. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം, നമുക്കെല്ലാവർക്കും വേണമെങ്കിൽ ചെയ്യാന്നല്ല. നിങ്ങൾക്ക് വിജയം വേണോ, നശിച്ചവരാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് മുക്തി വേണോ, നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ഇത് അള്ളാഹുവിന്റെ നസീഹത്ത്, അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരസ്പരം അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സദസ്സുകൾ നമുക്കിടയിൽ ഉണ്ടാകണം. പരസ്പരം വിരുന്ന് കഴിഞ്ഞാൽ കച്ചവടത്തെക്കുറിച്ചും ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചും മാത്രമല്ല സംസാരിക്കേണ്ടത്, മറിച്ച് ഇൽമിനെ കുറിച്ച് സംസാരിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പതിവ് നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കണം. അഞ്ചാമത്തെ കാര്യം, ഇൽമ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായി ദുആ ചെയ്യുക. നിരന്തരം റബ്ബിനോട് ദുആ ചെയ്യുക. നാം നമ്മുടെ കഴിവുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കൂല. നമ്മുടെ കഴിവുകൊണ്ട് നമുക്കൊന്നും പറ്റൂല. നാം ബലഹീനരാണ്. നാം എന്ത് പറഞ്ഞാലും, നമുക്കറിയുന്ന എത്ര ആളുകളാണ് നല്ല കഴിവുള്ള ആളുകൾ ഒരു ദിവസം പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു. നന്നായി നമ്മൾ ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജീവിതം നിങ്ങൾ നോക്കിയാൽ അള്ളാഹു പറയുന്നു പരിശുദ്ധ ഖുർആനിൽ, വഖുർ റബ്ബി സിദ്നി ഇൽമ. പ്രവാചകരെ താങ്കൾ ചോദിക്കുക, അള്ളാഹു എന്റെ അറിവ് നീ വർദ്ധിപ്പിച്ചു നൽകണം. ആരാ ദുആ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ പറയാണ്, അള്ളാഹു ഇനിയും എനിക്ക് നീ ഇൽമ വർദ്ധിപ്പിച്ചു നൽകണം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന നബി അലൈഹി സ്വലാത്തു വസ്സലാം യഖൂലു ഇദാ സല്ല സുബ്ഹ ഹീന യുസല്ലിം. ഫജ്ർ നിസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയാൽ പറയും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. ഇത് പ്രവാചകന്റെ ദുആ ആയിരുന്നു. സുബ്ഹ് നിസ്കരിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ ചെയ്യും. അതെന്താണ് ഉദ്ദേശം? അല്ലാഹു ഇനിയും എനിക്ക് ഇൽമ നൽകണം. മറ്റൊരു ദുആയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. അല്ലാഹുവേ, എനിക്കുള്ള ഇൽമ്, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അറിവ്, ആ അറിവിനെ ഉപകാരപ്രദമല്ലാതാകുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കും. എന്താണ് അറിവ് ഉപകാരപ്രദമല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ? അതനുസരിച്ച് അമൽ ചെയ്യാതിരിക്കുക. ഇപ്പൊ നമ്മളൊക്കെ എത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചവരാണ്, പക്ഷെ അമലില്ല എങ്കിൽ അതിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാവൽ ചോദിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു മസ്അല അറിയാമെങ്കിൽ, ഒരു വിഷയം നിങ്ങൾക്കറിയാമെങ്കിൽ, അതനുസരിച്ച് അമൽ ചെയ്യുന്നില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള അമലുകളെ അല്ലെങ്കിൽ ഇൽമിനെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിരുന്ന ഇൽമാണ് നമ്മുടെ അരികിലുള്ളത് എന്നർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങൾ നിങ്ങൾ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കുക. ഇനി ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ഇൽമ പഠിക്കുമ്പോൾ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആൻ. ഇന്ന് പലർക്കും ഈ വിഷയത്തിൽ അലസത ഉള്ളത് കൊണ്ടാണ് അത് പ്രത്യേകമായി പറയണമെന്ന് കരുതിയത്. നല്ല രൂപത്തിൽ ഖുർആൻ ശ്രദ്ധിക്കുന്ന ആളുകൾ ഉണ്ടാവും, അവർക്കൊരു ഉണർത്തലാണ്. ശ്രദ്ധിക്കാത്ത ആളുകൾ ഈ വിഷയം ശ്രദ്ധിക്കുക, പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ ഹദീസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തുടങ്ങുകയാണ് വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഖുർആനു ഹുജ്ജത്തുൽ ലക ഔ അലൈക്. പരലോകത്തെത്തിയാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആനുമായി നിങ്ങൾക്ക് രണ്ട് നിലപാടാണ് ഉണ്ടാവുക. ഒന്നുകിൽ നിങ്ങൾക്ക് അനുകൂലമായി ഖുർആൻ അവിടെ സാക്ഷിയായിട്ട് വരും, ഔ അലൈക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതികൂലമായി പരലോകത്ത് ഖുർആൻ ഉണ്ടാകും. ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിക്കുക, എന്റെ ജീവിത സാഹചര്യം അനുസരിച്ച് ഞാൻ ഇത്രയും കാലം ജീവിച്ചു, എനിക്ക് അനുകൂലമായിട്ടായിരിക്കും ഖുർആൻ വരിക, അതല്ല പ്രതികൂലമായിട്ടായിരിക്കും? ഖുർആനിനോടുള്ള ബാധ്യതകൾ എത്രമാത്രം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്? ഖുർആനിനോടുള്ള നമ്മുടെ ബാധ്യത എന്താണ്? ഇന്ന് പല ആളുകൾക്കും അറിയുന്ന ഒറ്റ കാര്യം ഖുർആൻ ഓതുക എന്നത് മാത്രമാണ്. ഖുർആൻ ഓതുക അത് വലിയ അമലാണ്, അതിൽ സംശയമില്ല. ഹാഫിദ് നവവി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ ഏറ്റവും അഫ്ളലായ ദിക്ർ അത് പരിശുദ്ധ ഖുർആൻ പാരായണമാണ്. ഏറ്റവും അഫ്ളലായ ദിക്ർ അത് പരിശുദ്ധ ഖുർആൻ പാരായണമാണ്, അതിൽ സംശയമില്ല. ഖുർആൻ നന്നായിട്ട് നമ്മൾ ഓതണം. ഈ ഒരു പതിവ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ മുടങ്ങാതെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഖുർആൻ നോക്കാത്തൊരു ദിവസം എന്റെ ജീവിതത്തിൽ കടന്നു പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഖുർആൻ നോക്കാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. ഒരു കാരണവശാലും നമ്മൾ ഇന്ന് തീരുമാനം എടുക്കുക, ബിഇദ്നില്ലാ ഇന്ന് മുതൽ ഒരു ദിവസം പോലും ഖുർആൻ ഓതാത്തൊരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എന്താണ് നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ഉപകാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, ജനങ്ങളെ നിങ്ങൾ ഖുർആൻ ഓതുക. എന്റെ സംസാരം കേൾക്കുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഒന്നുകൂടി ഉണർച്ചാണ്, പ്രവാചകൻ പറയുന്നത് നിങ്ങളോടാണ്. നിങ്ങൾ ഖുർആൻ ഓതുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി. അത് ഓതുന്ന ആളുകൾക്ക് പരലോകത്ത് ശുപാർശകനായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മുടെ അവസ്ഥ എത്ര ഭയാനകമായിരിക്കും. ഹദീസുകളിൽ വന്നതുപോലെ ഒരു ചാണുമുകളിൽ സൂര്യൻ, വിവസ്ത്രരായി ആളുകൾ വിചാരണക്ക് നിൽക്കുമ്പോൾ കഠിനമായ ആ സാഹചര്യത്തിൽ നമുക്ക് ശുപാർശകനായി പരിശുദ്ധ ഖുർആൻ വരണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ നാം ഓതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എങ്കിൽ നിങ്ങൾ ഖുർആൻ ഓതിയാൽ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ ഖുർആൻ പരലോകത്ത് വരും. നമ്മൾ പറയാറില്ലേ, നമ്മൾ സഹാബത്തിനെ ഫോളോ ചെയ്യുന്നു. സഹാബത്തിന്റെ മാർഗം എന്തായിരുന്നു?
അധിക സഹാബികളും 7 ദിവസത്തിൽ ഖുർആൻ ഖത്തം തീർക്കാറുണ്ട്. അധിക ആളുകളും. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എത്ര ദിവസത്തിലാണ് ഞാൻ ഖുർആൻ ഓതി തീർക്കേണ്ടത്? പ്രവാചകൻ പറഞ്ഞു, ഇഖ്റഇൽ ഖുർആന ഫീ ഷഹ്റിൻ, ഓരോ മാസത്തിലും താങ്കൾ ഖുർആൻ ഒരു തവണ ഓതി തീർക്കുക. ആ സഹാബി പ്രവാചകനോട് തിരിച്ചു പറയുന്നു, ശരിക്ക് അതിന്റെ ഓരോ വാക്കുകൾ എന്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം. ആ സഹാബി പ്രവാചകനോട് പറയുന്നു, പ്രവാചകരെ, ഇന്നി അജിദു ഖുവ്വ, എനിക്ക് അതിനേക്കാൾ ഓതാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറഞ്ഞു, ഇഖ്റഉഹു ഫീ 20 യൗമ, എന്നാൽ 20 ദിവസത്തിൽ താങ്കൾ ഒരു ഖത്തം തീർത്തോളൂ. ആ സഹാബി വീണ്ടും പറയുന്നു, പ്രവാചകരെ, എനിക്ക് അതിനേക്കാളും സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ 15 ദിവസത്തിൽ ഓതുക. വേറെ ചില റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 7 ദിവസം കൊണ്ട് നീ ഒരു ഖത്തം തീർക്കുക. വലാ തസിദ് അലാ ദാലിക്, അതിനേക്കാളും കുറഞ്ഞ ദിവസത്തിൽ ഖത്തം തീർക്കേണ്ടതില്ല എന്ന് ആ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ എന്താ കരുതുന്നത്? അബ്ദുല്ലാഹ് ഇബ്നു അംർ എന്ന് പറഞ്ഞാൽ ഒരു ജോലിയും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ആളായിരുന്നു? അങ്ങനെ ഒരാളുണ്ടാവോ? കുടുംബം ഇല്ലാത്ത ആളായിരിക്കോ? ഇല്ല. അദ്ദേഹത്തിന്റെ വാപ്പ നമുക്കറിയാം, അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് കുടുംബമുണ്ട്. അദ്ദേഹത്തിന് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഈ സഹാബി, പ്രിയപ്പെട്ടവരെ, നമ്മെ പോലെ അവർക്ക് കുടുംബമുണ്ട്, നമ്മെ പോലെ അവർക്ക് ബാധ്യതകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, പ്രവാചകരെ, എനിക്കൊരു മാസത്തിന്റെ ആവശ്യമില്ല, അതിനേക്കാളും പെട്ടെന്ന് ഞാൻ ഖുർആൻ ഖത്തം തീർത്തോളാമെന്ന്? പ്രവാചകൻ അദ്ദേഹത്തിന് മുന്നോട്ട് വെച്ചു കൊടുത്ത നിർദ്ദേശമാണ് 1 മാസം കൊണ്ട് ഓതിയാൽ മതി എന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നു, വേണ്ട പ്രവാചകരെ, അതിനേക്കാളും കുറഞ്ഞ ദിവസത്തിൽ ഞാൻ ഖത്തം തീർക്കാം. എന്താണ് കാരണം? അദ്ദേഹം അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചു, നന്മകളിൽ മുന്നേറാൻ ആഗ്രഹിച്ചു. അതേ സ്വർഗമാണ് ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്ന ഇളവ് സ്വീകരിക്കാതെ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞപ്പോൾ, വേണ്ട പ്രവാചകരെ, എനിക്ക് ഒന്നുകൂടി അമലിൽ മുന്നേറണം എന്ന നിയ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സംസാരം, പ്രിയപ്പെട്ടവരെ, ആ സഹാബി അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനാണ്. ആ സ്വർഗമാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. അബൂബക്കറും ഉമറുമുള്ള സ്വർഗമാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. അവർ ചെയ്യുന്ന അമലിന്റെ ഒരു ഭാഗമെങ്കിലും, അല്ലെങ്കിൽ അതിന്റെ ഒരു അംശമെങ്കിലും ചെയ്യുന്നു എന്ന് പറയാൻ എത്ര ആളുകൾക്ക് നമ്മുടെ കൂട്ടത്തിൽ സാധിക്കും? ഇപ്പൊ ഖുർആൻ ഓതുക എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഓതേണ്ട ഒരു കാര്യമല്ല. ഒരുപക്ഷെ പല ആളുകളും അവസാനം ഖത്തം തീർത്തത് എപ്പോഴായിരിക്കാം? കഴിഞ്ഞ റമദാനിനായിരിക്കാം. ഇതെന്ത് ഖുർആനുമായിട്ടുള്ള ബന്ധമാണ്? പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പരലോകത്തെത്തിയാൽ ചില ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയും, അല്ലാഹു ഇവരെന്നെ ഉപേക്ഷിച്ചവരാണ്. അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ പറയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നാം എത്തിയാൽ എത്രമാത്രം മോശമായിരിക്കും നമ്മുടെ സാഹചര്യം? ഇബ്നു ഖുദാമ റഹിമഹുല്ല പറയുന്നതായി കാണാം, ചുരുങ്ങിയത് 1 മാസത്തിൽ 1 തവണയെങ്കിലും ഖത്തം തീർക്കാൻ നമുക്ക് സാധിക്കണം. 1 മാസത്തിൽ 1 തവണ, 1 മാസം ഖത്തം തീർക്കാൻ 1 ദിവസം 1 ജുസ് ഓതിയാൽ മതി. 1 ജുസ് ഓതാൻ എത്ര സമയം വേണം? കൂടി വന്നാൽ അരമണിക്കൂർ, പരമാവധി എടുത്താൽ 20 മിനിറ്റ് മതി. ഇനി കൂടി വന്നാൽ അരമണിക്കൂറാണ് 1 ജുസ് ഓതാൻ വേണ്ടി നമുക്ക് സമയം വേണ്ടത്. 24 മണിക്കൂറിൽ അരമണിക്കൂർ നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ, ബാക്കി അരമണിക്കൂർ പരിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി മാറ്റിവെച്ചാൽ, പ്രിയപ്പെട്ടവരെ, റബ്ബ് നൽകുന്ന ഇത്രയും അധികം മണിക്കൂറിൽ ആ ഒരു സമയം പോലും നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാനിന്റെ ബലഹീനത എന്താണ്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആവർത്തിച്ച് പറയാണ്, പരിശുദ്ധ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ നാം കൂടുതൽ ശ്രദ്ധ കാണിക്കുക. ഇന്നു മുതൽ നമ്മളൊരു തീരുമാനം എടുക്കുക, ബിഇദ്നില്ലാഹ് എന്റെ ജീവിതത്തിൽ ഞാൻ പരിശുദ്ധമായ ഖുർആൻ നിരന്തരമായി എല്ലാ ദിവസവും ചുരുങ്ങിയത് 1 ജുസ് എങ്കിലും ഓതും. ഇതാണ് ഖുർആനുമായി നമ്മുടെ ഒന്നാമത്തെ ബാധ്യത. രണ്ടാമത്തേത്, ഖുർആൻ കേൾക്കുന്ന ഒരു പതിവ് നമുക്കുണ്ടാക്കിയെടുക്കുക. ഇന്ന് പലരും ജീവിതത്തിൽ ഒഴിവാക്കിയിരിക്കുന്ന ഒരു സുന്നത്താണ് ഈ കാര്യം, ഖുർആൻ കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് അതുകൊണ്ടുള്ള നിങ്ങൾക്ക് മെച്ചം? ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കും. ചില ആളുകൾ പറയും, വീട്ടിലെപ്പോഴും പ്രശ്നമാണ്, വീട്ടിലെപ്പോഴും ഒരു ബറക്കത്ത് ലഭിക്കുന്നില്ല. അവിടെ ഖുർആൻ കേൾക്കുന്ന ഒരു പതിവ് നിങ്ങൾ ഉണ്ടാക്കുക, ഖുർആൻ കേൾക്കുന്ന പതിവ് ഉണ്ടാക്കുക. ലൈസ് ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ഖുർആൻ കേൾക്കുന്ന ആളുകൾക്ക് ബറക്കത്ത് എത്തുന്ന വേഗതയിൽ മറ്റൊന്നിലേക്കും ബറക്കത്ത് എത്താൻ സാധ്യതയില്ല എന്ന് ലൈസ് ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. നമ്മുടെ വീട്ടിൽ നാം ഖുർആൻ കേൾക്കുന്ന ഒരു പതിവ് ഉണ്ടാക്കിയെടുക്കുക. ഒന്നുകിൽ നമ്മുടെ മക്കളോട് നമ്മൾ പറയുക, നീ ഖുർആൻ ഓതിത്തരിക, അത് നമ്മൾ ഇരുന്ന് കേൾക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ കേൾക്കുന്ന ഒരു പതിവ്, പ്രിയപ്പെട്ടവരെ, നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കണം, ഖുർആനിൽ അല്ലാഹു പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമമുണ്ടാകണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ, ഇബ്നു മസ്ഊദ്, എനിക്ക് താങ്കളൊന്ന് ഖുർആൻ ഓതി തരണം. ആ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, പ്രവാചകരെ,
അഖറഉ അലൈക വഅലൈക ഉൻസിൽ, ഈ ഖുർആൻ അല്ലാഹു നൽകിയത് താങ്കൾക്കല്ലേ, ഞാൻ എന്തിനാ താങ്കൾക്ക് ഓതിച്ചേരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി. ഇബ്നു മസ്ഊദ്, അല്ലാഹു എനിക്കാണ് ഖുർആൻ അവതരിപ്പിച്ച് നൽകിയതെങ്കിലും ഖുർആൻ കേൾക്കാൻ എനിക്ക് താല്പര്യമാണ്, ബാക്കിയുള്ള ആളുകൾ ഓതുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവശ്യപ്രകാരം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാ ഓതാൻ വേണ്ടി തുടങ്ങി. അദ്ദേഹത്തിന് പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം താഴേക്ക് നോക്കി പരിശുദ്ധ ഖുർആൻ ഓതുകയാണ്. ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ എന്ന പരലോകത്തെക്കുറിച്ചുള്ള ആയത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, അംസിക്, നിർത്താൻ വേണ്ടി പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഫൈദാ ഐനൈഹി തദ്രിഫാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുകയായിരുന്നു. ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് പരലോകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കാറുണ്ട്, അവിടുന്ന് കരയാറുണ്ട്. നാം ഇന്ന് വരെ ഒരു തവണയെങ്കിലും പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേട്ടപ്പോൾ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. പരലോകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരുമ്പോൾ, അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് നൽകുന്ന താക്കീത്തുകളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഒരു ദിവസമെങ്കിലും നിറഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിച്ചിട്ട് ഈ സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ഒഴിവാക്കിയതിന്റെ മോശമായ ഫലമാണ് ഇതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന, ഇബ്നു ബത്താൽ റഹിമഹുല്ല പറഞ്ഞതുപോലെ പഠിപ്പിച്ചു തന്ന സുന്നത്താണ് ഖുർആൻ കേൾക്കുക എന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്ന കാര്യം. കഴിവിന്റെ പരമാവധി നാം ഖുർആൻ മനഃപ്പാഠമാക്കാൻ വേണ്ടി ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾ, ഖുർആൻ പഠിച്ചവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അവരോട് പറയപ്പെടും ഇഖ്റ, പരലോകത്തെത്തിയാൽ അവരോട് പറയും, യുഖാലു ലിസാഹിബിൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകളോട് പറയപ്പെടും. പണ്ഡിതന്മാർ പറഞ്ഞു ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളാണ് അവിടെ ഉദ്ദേശം. അവരോട് പറയും, നിങ്ങൾ ഖുർആൻ ഓതുക. പരലോകത്ത് ഖുർആൻ ഓതാൻ വേണ്ടി അവരോട് നിർദ്ദേശിക്കപ്പെടും. അങ്ങനെ അവർ ഖുർആൻ ഓതിയാൽ ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ, എത്രമാത്രം ആയത്തുകൾ ഓതുന്നുവോ അവിടെയായിരിക്കും ആ വ്യക്തിയുടെ സ്ഥാനം. ഇപ്പൊ നമുക്ക് ഒരു ജുസ് അറിയാമെങ്കിൽ നമ്മുടെ സ്ഥാനം ഒരു ജുസിൽ നിൽക്കും. 2 ജുസ് അറിയാമെങ്കിൽ ആ സ്ഥാനം 2 ജുസിൽ നിൽക്കും. 3 ജുസ് അറിയാമെങ്കിൽ, ഇനി 30 ജുസ് അറിയാമെങ്കിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മാഹിറു ബിൽ ഖുർആൻ മഅസ് സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആൻ നന്നായി പഠിച്ച് മനഃപ്പാഠമുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ മലായികത്തുകളുടെ കൂടെയായിരിക്കും. മലായികത്തുകളുടെ കൂടെയായിരിക്കും. ആ ഉന്നതമായ സ്ഥാനമൊക്കെ പ്രിയപ്പെട്ടവരെ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, മനഃപ്പാഠമാക്കുക. എല്ലാ ദിവസവും ഒരു 1/2 പേജ് നമ്മൾ ഖുർആൻ മനഃപ്പാഠാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 1/2 മണിക്കൂർ ഖുർആൻ ഓതാനും, ഒരു 1/2 മണിക്കൂർ നിസ്കാരത്തിനും, ഒരു 1/2 മണിക്കൂർ ഖുർആൻ പഠിക്കാനും ഒക്കെ നമ്മൾ മാറ്റിവെച്ചാൽ നമുക്കൊരു നഷ്ടവുമില്ല, നമുക്ക് സാധിക്കുകയും ചെയ്യും. വിചാരിച്ചാൽ ബിഇദ്നില്ലാ അത് നമുക്ക് സാധിക്കും. നമ്മൾ എന്ത് തിരക്കാണെങ്കിലും ഒരു ഹോസ്പിറ്റൽ ആവശ്യം വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാറുണ്ട്. ഇതുപോലെ നമ്മുടെ ദീൻ എന്ന് പറയുന്നത് ഒഴിവ് സമയങ്ങൾ തികക്കാനുള്ള ഒരു കാര്യമായി നമ്മൾ മാറ്റരുത്. ഒഴിവ് കിട്ടിയാൽ ദർസിന് പോവുക, ഒഴിവ് കിട്ടിയാൽ ഖുർആൻ പഠിക്കുക, അല്ല, അങ്ങനെയുള്ള ആളുകളല്ല ആവശ്യം. മറിച്ച് ദീൻ, നമ്മളെന്തിനാ ഈ ദീൻ പഠിക്കുന്നത്? നമ്മളെല്ലാവരും ഇത് ഒഴിവാക്കി, നമ്മളാരും നിസ്കരിക്കുന്നില്ല, നമ്മളാരും ഒരു അമലും ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹുവിന് എന്ത് സംഭവിക്കാനാണ്? നമ്മളാണ് അള്ളാഹുലേക്ക് ആവശ്യക്കാർ. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ജനങ്ങളെ നിങ്ങളാണ് അള്ളാഹുലേക്ക് ആവശ്യക്കാർ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു സ്വയം പര്യാപ്തനാണ്, അള്ളാഹുവിന് ഒരാളുടെയും ആവശ്യമില്ല. നമ്മൾ അമൽ ചെയ്യുന്നത് നമ്മുടെ പരലോകം രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ നാം ഒരു സമയം മാറ്റിവെക്കുക. ഖുർആന്റെ ആയത്തുകൾ നമ്മൾ ഹിഫ്ള് ചെയ്യുക. ഖുർആനിന്റെ ആയത്തുകൾ ഹിഫ്ള് ചെയ്താൽ അത് പരലോകത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ദറജയ്ക്ക് കാരണമാകും. അതുപോലെ നമ്മുടെ മക്കൾക്ക് ഖുർആൻ പഠിക്കാൻ നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കുക. ഇന്ന് ചില മാതാപിതാക്കളൊക്കെ മക്കളുടെ വിഷയത്തിൽ ആകെ ശ്രദ്ധിക്കുന്നത് എന്താണ്? ഭൗതികമായ പഠനം. മക്കൾക്ക് ABCD അറിയില്ല എങ്കിൽ, ഭൗതികമായ കാര്യങ്ങൾ അറിയില്ല എങ്കിൽ മാതാപിതാക്കൾക്ക് വലിയ കുറച്ചിലാണ്. കുടുംബ വീട്ടിലൊക്കെ പോയാൽ മക്കൾ ഭൗതികമായ വിഷയത്തിൽ വലിയ അറിവില്ലാത്തവരാണ്. ഇംഗ്ലീഷ് പറയാൻ അറിയില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് കുറച്ചിലാണ്. എന്നാൽ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ എന്റെ മകൻ അറിയില്ല എങ്കിൽ, അതിൽ മാതാപിതാക്കൾക്ക് പ്രയാസം തോന്നുന്നില്ല എങ്കിൽ വല്ലാഹി അത് ഈമാനിന്റെ അത്രയും ബലഹീനമായ ഒരു അവസ്ഥയാണ്. സൂറത്തുൽ ഫാത്തിഹ ഓതുന്നത് നമ്മുടെ മക്കൾക്കറിയില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി ഒരു പരിശ്രമവും നമ്മൾ നടത്തുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാൻ എത്രമാത്രം ബലഹീനമായ ഒരു അവസ്ഥയിലാണ്. പരിശുദ്ധ ഖുർആൻ ഓതാൻ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക. അതിനേക്കാളും ഉന്നതമായ മർത്തബയാണ് നമ്മുടെ മക്കൾക്ക് നാം ഖുർആൻ ഹിഫ്ള് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. ഭൗതികമായ വിദ്യാഭ്യാസം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ പോയാൽ ഒരു പക്ഷേ ഭൗതികമായി ഉന്നതമായ സ്ഥാനങ്ങൾ നമ്മുടെ മക്കൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. മക്കൾ വലുതായാൽ മാസത്തിൽ ലക്ഷക്കണക്കിന് സമ്പാദ്യം നമുക്ക് കൊണ്ടുതരികയും ചെയ്യും. പക്ഷെ ഒരു ദിവസം കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്ന് പറയുന്ന ഒരു ദിവസത്തിൽ
നാം ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകാൻ അവർക്കൊന്നും സാധിക്കുകയില്ല. നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, ബുറൈദ അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുർആൻ പഠിച്ച ആളുകൾ യൂളഉ അലാ റഅസിഹി താജുൽ വഖാർ, അവർക്ക് പരലോകത്തെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവരുടെ തലയിൽ ഒരു കിരീടം വെച്ച് നൽകപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ മഹ്ശറിൽ നിൽക്കുമ്പോൾ അല്ലാഹു സമ്മാനമായി ചില ആളുകൾക്ക് പ്രത്യേകമായി തലയിൽ കിരീടം വെച്ച് നൽകും. ആരാണവർ? പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവർ. തീർന്നില്ല, വയുക്സാ വാലിദാഹു ഹുല്ലതൈൻ, അവരുടെ മാതാപിതാക്കൾക്ക് പ്രത്യേകമായ വസ്ത്രം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം നൽകപ്പെടും. ലാ യുഖവ്വമു ലഹുമാ അഹ്ലുദ് ദുനിയ, ദുനിയാവിലുള്ള സകല വസ്തുക്കളും അതിനോട് താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കുകയില്ല. അത്രയും വിലപിടിപ്പുള്ള, അത്രയും അഭിമാനമുള്ള ആ ഒരു നിമിഷത്തിൽ അള്ളാഹു ആ മാതാപിതാക്കൾക്ക് നല്ല വസ്ത്രം നൽകും. ഈ ആളുകൾ, മാതാപിതാക്കൾ ചോദിക്കും, ഉമ്മയും ഉപ്പയും ചോദിക്കും, ബിമ ഖുസീന ഹാദി, അള്ളാഹുവേ, ഈ കോടിക്കണക്കിന് ആളുകൾ നിൽക്കുമ്പോൾ നമുക്ക് മാത്രം എന്തിനാണ് റബ്ബേ ഈ വസ്ത്രം നൽകിയത്? അള്ളാഹു പറയും, ബി അഖ്ദി വലദികും അൽ ഖുർആൻ, നിങ്ങളുടെ മക്കൾ ഖുർആൻ പഠിച്ചത് കാരണത്താലാണ് നിങ്ങൾക്ക് ഈ ദറജ ഇവിടെ നൽകപ്പെട്ടത് എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉപ്പയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, നമ്മുടെ ഉമ്മയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം പരലോകത്ത് വെച്ച് കോടിക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് അവർക്ക് നിങ്ങൾക്ക് ഈ ഒരു വസ്ത്രം ധരിപ്പിക്കാൻ, നിങ്ങൾക്ക് ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നതിലൂടെ സാധിക്കുമെങ്കിൽ അതിനു വേണ്ടി കുറച്ച് മെനക്കെടേണ്ടി വന്നാൽ മെനക്കെടാൻ നമുക്ക് എന്താണ് തടസ്സം? അവരോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ മക്കളോട് നമുക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഭൗതികമായ പഠനത്തിനേക്കാളും അവർക്ക് നാം മുൻഗണന നൽകേണ്ടത് ദീന് പഠിക്കാനല്ലേ? അവരെ നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി അയക്കുക. ഭൗതികം പഠിക്കേണ്ട എന്നല്ല, ഭൗതികം മനസ്സിലാക്കേണ്ട എന്നല്ല, പക്ഷേ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് ദീനിനേക്കാളും മുൻഗണന നൽകുന്ന ഒരു അവസ്ഥ വന്നാൽ അത് പ്രിയപ്പെട്ടവരെ അപകടമാണ്. അത് അപകടമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരലോക വിജയം എന്ന് പറയുന്നത് വളരെ നിർബന്ധമായ കാര്യമാണ്, വളരെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ കാര്യമാണ്. ഈ ലോകത്ത് ഒരു പക്ഷേ നമുക്ക് വലിയ സാലറി ഇല്ല എങ്കിൽ, നല്ല വാഹനമില്ല എങ്കിൽ, നല്ല വീടില്ല എങ്കിൽ പോലും നമുക്ക് ജീവിക്കാൻ സാധിക്കും. പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, 60നും 70നും ഇടയിലാണ് ഈ ഉമ്മത്തിന്റെ ആയുസ്. വഖല്ല മൻ യതജാവസു ദാലിക്, അത് വിട്ടുകിടക്കുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് ഈ വർഷമാണ് നാം ജീവിക്കാനുള്ളത്. എന്നാൽ പരലോകത്തെ ജീവിതം മരണമില്ലാത്ത ജീവിതം, എന്നെന്നും ജീവിക്കേണ്ട ജീവിതം, അതിനു വേണ്ടി പണിയെടുക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമല ലിമാ ബഅദൽ മൗത്ത്, യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാകണം. അവരെ അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് അറിവ് നൽകണം. അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് നിങ്ങൾ പറഞ്ഞു നൽകണം. തുഹ്ഫത്തുൽ മൗദൂദിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ചില മാതാപിതാക്കൾ മക്കൾക്ക് ഭൗതികമായ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ദീനിയായ വിദ്യാഭ്യാസം നൽകുകയില്ല. പിന്നീട് മാതാപിതാക്കൾ പല പ്രയാസങ്ങളും ആ മക്കളിൽ നിന്ന് നേരിടേണ്ടി വരും. അതിന്റെ ആശയം നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കില്ല. പിന്നീട് മക്കൾ അനുസരിക്കാതിരിക്കുമ്പോൾ, മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുമ്പോൾ, മാതാപിതാക്കൾ പറഞ്ഞത് കേൾക്കാതിരിക്കുമ്പോൾ, ഉമ്മ പറയുമ്പോൾ ഉമ്മാനോട് നല്ല രൂപത്തിൽ മറുപടി പറയാതിരിക്കുമ്പോഴൊക്കെ ഉമ്മയുടെ മനസ്സിൽ വേദനയായിരിക്കും. എന്താ കാരണം? ചെറുപ്പത്തിൽ മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ചെറുപ്പത്തിൽ മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യമുണ്ടാക്കി കൊടുത്തിട്ടില്ല. മാതാപിതാക്കളോടുള്ള കടമ എത്രമാത്രം ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് എന്നതിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ നാം ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുക. അവർക്ക് നാം ഖുർആൻ ഹിഫ്ള് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. ചെറിയ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് കൂടി വന്നാൽ ഒരു വർഷം കൊണ്ട് അവർക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാൻ സാധിക്കും. ഇനി കുറച്ചധികം എടുത്താലും ഖുർആൻ പഠിപ്പിച്ചാൽ അതിന്റെ ഉപകാരം നിങ്ങൾക്ക് പരലോകത്തുണ്ടാകും. ഇങ്ങനെ ഖുർആനുമായി നല്ലൊരു ബന്ധമുള്ള ആളുകളായി നമ്മൾ മാറുക. ദീനിന്റെ പേരിൽ പരസ്പരം സഹകരിക്കുന്ന ആളുകളായി നമ്മൾ മാറുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകളായി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. നമ്മൾ ദീന് പഠിക്കുമ്പോൾ ഇന്ന് ചില ആളുകൾ പറയുന്ന ഒരു പരാതി എന്താണ്? ചില ആളുകൾ പറയും, ഇന്ന് ധാരാളം ആളുകളുണ്ട്, എല്ലാവരും അവരാണ് ഹക്കിന്റെ ആളുകൾ എന്ന് പറയുന്നു, അവരാണ് ഹക്കിന്റെ ഭാഗത്തെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും തർക്കങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദീന് പഠിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആർക്കും തർക്കമില്ല. അത് പ്രവാചകന്റെ വാക്കാണ്. അത് ഭിന്നിപ്പുണ്ടാവുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേദക്കാർ വ്യത്യസ്ത കക്ഷികളായതുപോലെ 72 73 ഒക്കെ ആയതുപോലെ ഈ ഉമ്മത്തും
ധാരാളം കക്ഷികളാകും. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നിങ്ങൾ എന്റെയും സഹാബത്തിന്റെയും മാർഗം മുറുകെ പിടിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഒരു മാർഗം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നാം മുറുകെ പിടിക്കുക. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത്, സഹാബികൾ എന്താണോ പഠിപ്പിച്ചത്, അത് നാം മുറുകെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബിദ്അത്തിന്റെ ആളുകൾ അവരുടെ ദർസുകൾ അല്ലെങ്കിൽ അവരുടെ അരികിൽ പോയി നാം ഇരിക്കുന്നതിന് പകരം അവരുടെ ദർസുകൾ നാം കേൾക്കാൻ പാടില്ല. മറിച്ച് അഹ്ലുസുന്നയുടെ ദർസുകൾ നാം കേൾക്കുക. സഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കുന്നവരാരാണോ അവരുടെ ദർസുകൾ നാം കേൾക്കുക, അവരിൽ നിന്ന് നാം പഠിക്കുക, അവരുടെ മാർഗം നാം മുറുകെ പിടിക്കുക. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയാണ്. അതല്ലാതെ ചില ആളുകൾ പറയുന്നത് പോലെ ഞാൻ ഒന്നിനുമില്ല, ഞാൻ ഒന്നും പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എല്ലാവരും ഓരോന്ന് പറയുന്നു എന്നല്ല. നമ്മളൊരു കച്ചവടം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചാൽ പല ആളുകളും പല അഭിപ്രായങ്ങളും പറയും. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. അത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു മേഖലയാണെങ്കിൽ നമ്മൾ അതിൽ മുന്നേറും. ഭൗതികമായ വിഷയത്തിൽ നാം അത്രയും ശ്രദ്ധ കൊടുക്കുന്നെങ്കിൽ ദീനിയായ വിഷയത്തിൽ അതിനേക്കാളും ശ്രദ്ധ കൊടുക്കണം. ആളുകൾ ഓരോന്ന് പറഞ്ഞാൽ നാം അതിനനുസരിച്ച് ഒഴിവാക്കുകയല്ല വേണ്ടത്. മറിച്ച് ഈ ദീൻ എന്റെ ആവശ്യമാണ്, എനിക്ക് ദീന് പഠിക്കണം. അത് ആരുടെയെങ്കിലും മുമ്പിൽ ജയിക്കാനല്ല, ആരുടെയെങ്കിലും മുമ്പിൽ ആരെയെങ്കിലും തോൽപ്പിക്കാനല്ല, ആരോടെങ്കിലും തർക്കിക്കാനല്ല, മറിച്ച് എനിക്ക് എന്റെ റബ്ബിന്റെ മുമ്പിൽ വിജയിക്കണമെങ്കിൽ എനിക്ക് ഈ ദീൻ വേണം. അതിന് അതിന്റേതായ സ്രോതസ്സിൽ നിന്ന് ഞാൻ പഠിക്കും എന്ന തീരുമാനം നാം എടുക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം പരസ്പരം സ്നേഹിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ബന്ധം പുലർത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി പൂർത്തീകരിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താം. നമുക്ക് വാജിബായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിൽ പ്രിയപ്പെട്ടവരെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു വുളു, നിസ്കാരം, അതുപോലെ തന്നെ നമ്മുടെ കുടുംബജീവിതം. നമ്മുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഇതിനാൽ പ്രത്യേകം ഊന്നൽ നൽകി പറയാനുള്ള കാരണം, ഇന്ന് പല ആളുകളും സംസാരിക്കുമ്പോൾ ഒന്നുകിൽ കുടുംബജീവിതത്തിൽ വേണ്ടതുപോലെ സന്തോഷങ്ങളില്ല, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ പ്രവാചകന്റെ ജീവിതം നിങ്ങളൊന്ന് പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഭാര്യയുമായി ജീവിച്ചത്? കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഒന്നാമതായി വേണ്ട കാര്യം എന്താ? അന്നിയത്തു സാലിഹ, നല്ല നിയ്യത്തോടു കൂടിയായിരിക്കണം കുടുംബജീവിതം നാം കൊണ്ടു നടക്കേണ്ടത്. ഇത് പലപ്പോഴും നമ്മൾ കുടുംബജീവിതത്തിൽ മറന്നുപോവാണ്. കുടുംബജീവിതം എന്ന് പറയുന്നത് ഇബാദത്താണ്, അത് ഇബാദത്തിന്റെ ഭാഗമാണ്. അങ്ങനെ തന്നെ നമ്മൾ അതിനെടുക്കണം. കുടുംബജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഇബാദത്തിന്റെ ഒരു ഭാഗമാണ്. ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ആ ഇബാദത്തിൽ ഇപ്പൊ നമ്മൾ നിസ്കാരത്തിൽ നമ്മൾ എങ്ങനെ നിർവഹിക്കുക, ഇസ്ലാം പഠിപ്പിച്ചതുപോലെ അതുപോലെ കുടുംബജീവിതമാകുന്ന ഇബാദത്തിൽ ഒരു പ്രയാസം വന്നാൽ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കുക. എന്താണ് ഇസ്ലാമിന്റെ നിർദ്ദേശം? അടിസ്ഥാനം ഇസ്ലാം പറയുന്നതനുസരിച്ച് ഒരു പ്രശ്നം വന്നാൽ അത് നാം കഴിവിന്റെ പരമാവധി വിട്ടുവീഴ്ചക്ക് തയ്യാറാവുക. ഇന്ന് പല ആളുകളും ചെറിയൊരു പ്രശ്നം വന്നാൽ ഭാര്യയുമായി അല്ലെങ്കിൽ ഭാര്യ ഭർത്താവുമായി പ്രശ്നത്തിലാകാനുള്ള കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വാജിബായി നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്. അള്ളാഹു പറയുന്നു വഇൻ തസ്ഫഹു വതഗ്ഫിറു, നിങ്ങൾ സഫഹ് ചെയ്യുക. എന്താണ് സഫഹ് എന്ന് പറഞ്ഞാൽ? കഴുത്തിന്റെ പിറകുവശത്തിനാണ് സഫഹ് എന്ന് പറയുക. അഥവാ ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ അതിനെ തൊട്ട് മുഖം തിരിച്ചു കളയുക, അത് കാണാത്ത പോലെ അങ്ങ് ഒഴിവാക്കുക. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അടിസ്ഥാനം കഴിവിന്റെ പരമാവധി വിട്ടുവീഴ്ച ചെയ്യുക, കണ്ടില്ലെന്ന് നടിക്കുക. ഭാര്യ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, അതിന്റെ പേരിൽ ഭാര്യയെ ശകാരിക്കുക, മോശമായിട്ട് സംസാരിക്കുക പാടില്ല. ഭാര്യ ഭർത്താവിനോടും ഭർത്താവിൽ നിന്ന് വീഴ്ചയുണ്ടായി ഭാര്യ മോശമായി സംസാരിക്കുക, അത് പാടില്ല. നമ്മൾ ഇസ്ലാം എങ്ങനെയാണ് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? അതുപോലെ നല്ല സംസാരങ്ങൾ അള്ളാഹു പറഞ്ഞു ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല സംസാരമായിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, ഏറ്റവും നല്ല സംസാരം. ഇത് പല ആളുകളും ഇന്ന് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ബാക്കിയുള്ളവരോടുള്ള സംസാരത്തിൽ. എന്നാൽ സ്വന്തം ഭാര്യയോട് ഈ ആയത്ത് ബാധകമാണ്, ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഈ ആയത്ത് ബാധകമാണ്. നമ്മൾ ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ല വാക്കുകൾ തിരഞ്ഞെടുക്കുക, കുത്തുവാക്കുകൾ പറയാതിരിക്കുക, ഭാര്യ ഭർത്താവിനോട് കുത്തുവാക്കുകൾ പറയാതിരിക്കുക. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങൾ പഠിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ എത്രമാത്രം സുഖങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നം പെട്ടെന്ന് ഞാൻ പരിഹരിക്കും എന്ന് തീരുമാനം എടുക്കുക. അതല്ലാതെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി മിണ്ടില്ല, അവരിങ്ങോട്ട് വരട്ടെ എന്ന ചിന്താഗതിയിൽ നമ്മൾ ഇരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ യുദ്ധത്തിന് വേണ്ടി സഫ് നേരെയാക്കിയായിരുന്നു. അപ്പൊ അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മരക്കഷ്ണം കൊണ്ട് ഒരു സഹാബിയോട് പറഞ്ഞു, കുറച്ച് മുന്നോട്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തപ്പോൾ ആ സഹാബി പ്രവാചകനോട് പറഞ്ഞു ഔജഅതനി യാ റസൂലല്ലാഹ്, പ്രവാചകൻ എനിക്ക് വേദനയായി. പ്രവാചകൻ സഫ് നേരെയാക്കിയതായിരുന്നു, അദ്ദേഹത്തിന് വേദനിപ്പിച്ചതല്ല. അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ എനിക്ക് വേദനയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു എന്നാ തിരിച്ച് ഞാൻ ചെയ്തതുപോലെ എന്നെ തിരിച്ചു ഉപദ്രവിച്ചോളൂ എന്ന് പറഞ്ഞു. ആ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു പ്രവാചകരെ താങ്കൾ എന്നെ ആ മരക്കഷ്ണം കൊണ്ട് കുത്തുമ്പോൾ എന്റെ ശരീരത്തിൽ വസ്ത്രം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് താങ്കളെ ആ രൂപത്തിൽ തന്നെ തിരിച്ചു പ്രയാസപ്പെടുത്തണം, തിരിച്ചു കുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു താങ്കൾ എന്നെ അതുപോലെ പ്രതികാരം ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞു. ആ സഹാബി യുദ്ധത്തിന് പോകുന്നതായിരുന്നു.
ആ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ചു. ശേഷം ആ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് ഈ യുദ്ധത്തിൽ ഷഹാദത്ത് ലഭിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് അവസാനമായി ചേർത്ത് പിടിച്ച ശരീരം താങ്കളുടെ ശരീരമാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അതല്ലാതെ താങ്കളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയല്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നിങ്ങൾ നോക്കിയേ. പ്രവാചകൻ ആ സഹാബിയോട് പറയാണ്, നിങ്ങൾ എന്നോട് തിരിച്ചു പകരം ചെയ്തോളൂ, പ്രതികാരം എടുത്തോളൂ, എനിക്ക് പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമീറാണ്, സൈന്യാധിപനാണ്, ഒരു യുദ്ധത്തിന് പോവാണ്. അതിനിടയിൽ ഈ ഒരു സംസാരിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴ്ന്നു കൊടുക്കാൻ തയ്യാറായി. ഈ ഒരു സ്വഭാവം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ഭാര്യമാർ ഭർത്താക്കന്മാരോട് നമ്മൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാവുക, നമ്മൾ താഴ്ന്നു കൊടുക്കാൻ തയ്യാറാവുക. അത് പ്രവാചകന്റെ സിഫത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴ്ന്നു കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാര്യമാരുടെ സംസാരങ്ങൾ കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. ഇത് പ്രവാചകന്റെ ഹദിയിൽപ്പെട്ടതാണ്. ഞാനിത് പ്രത്യേകം ഊന്നൽ നൽകി പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ആളുകളും ഇന്ന് കുടുംബപരമായ പ്രശ്നങ്ങൾ പറയുന്നു. അതെന്തുകൊണ്ടാണ്? നമുക്ക് വാജിബായ കാര്യങ്ങൾ പഠിക്കുന്നതിൽ നമ്മൾ കുറവ് വരുത്തിയത് കൊണ്ടാണ്. ഭാര്യമാരുടെ സംസാരം കേൾക്കാൻ ഇന്ന് പല ആളുകളും ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ ഉടൻ ഫോൺ എടുക്കും, ധാരാളം ഫോണിൽ സമയം കളയും. അത് പാടില്ല. നേരെ മറിച്ച് ആദ്യം വന്നാൽ ഭാര്യയുടെ കൂടെ ഇരിക്കുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സറഇന്റെ സംഭവം സഹീഹ് ബുഖാരിയിലൊക്കെ കാണാം. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇരുന്ന് പ്രവാചകനോട് ദീർഘമായി കഥ പറഞ്ഞു. 11 സ്ത്രീകളുടെ കഥ. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് കേട്ടു. ഇതൊക്കെ പ്രവാചകൻ ഇരുന്ന് കേട്ടു. അദ്ദേഹം അമീറാണ്, ഭരണാധികാരിയാണ്, ഒരു രാജ്യത്തിന്റെ അധിപനാണ്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ ഭാര്യമാരെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, എത്രമാത്രം അവരോടുള്ള ബാധ്യതകൾ പുലർത്തിയിരുന്നു. ഈ മാതൃകകളൊക്കെ നമ്മൾ പഠിച്ച് നമ്മുടെ ജീവിതത്തെ നല്ല ഒരു മുസ്ലിം കുടുംബമായി കൊണ്ടുപോകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് പറഞ്ഞു വെക്കുകയാണ്. നിങ്ങൾക്ക് വാജിബായ കാര്യങ്ങൾ എന്താണോ അത് പഠിക്കുന്നതിൽ കഴിവിന്റെ പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹം, ഈ കൂട്ടായ്മ, നിങ്ങളെല്ലാവരും അൽഹംദുലില്ലാഹ് പരസ്പരം ഒത്തുചേരുന്നു, പരസ്പരം കാണുന്നു. ഈ ബന്ധം നമുക്കിടയിൽ നിലനിർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് വെച്ച് അല്ലാഹു ചോദിക്കും, ഐനൽ മുതഹാബ്ബൂന ബിജലാലി, എന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ എവിടെയാണ്? എന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർ എവിടെയാണ്? എന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരൻ നന്മയുള്ളവനാണെങ്കിൽ ആ നന്മയുടെ പേരിൽ അവനെ സ്നേഹിക്കുന്നു, അവനിൽ തെറ്റുണ്ട് എങ്കിൽ ആ തിന്മയുടെ പേരിൽ അവനെ വെറുക്കുന്നു എന്ന രീതിയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവരെവിടെയാണ്? അള്ളാഹു പറയും, അൽയൗമ ഉദില്ലുഹും ഫീ ദില്ലി, ഇന്ന് ഞാൻ അർശിന്റെ തണൽ അവർക്ക് നൽകുന്നതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഇന്ന് സ്നേഹിച്ചാൽ നിങ്ങൾക്ക് പരലോകത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് അർശിന്റെ തണലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിൽ പറയും. ഇപ്പൊ നമുക്കിടയിൽ സ്നേഹബന്ധം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജ് സ്വീകരിച്ച ഈ സഹോദരങ്ങളെല്ലാവരും അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ കണ്ടതിൽ വലിയ സന്തോഷം. നിങ്ങൾക്കിടയിൽ എപ്പോഴും സ്നേഹബന്ധം ഉണ്ടാകണം. അതിനുള്ള മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാകുന്നതുവരെ നിങ്ങൾ ആരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, നിങ്ങൾക്ക് യഥാർത്ഥ വിശ്വാസികളാകണമെങ്കിൽ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടണം. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ അദുല്ലുകും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം, അത് നിങ്ങൾ പരസ്പരം ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും. എന്താണ് ആ കാര്യം? അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വർദ്ധിപ്പിക്കുക. അതുകൊണ്ട് ഈ സഹോദരങ്ങൾ, ഈ ആളുകളൊക്കെ നിങ്ങൾ പരസ്പരം കാണുമ്പോൾ സലാം പറയുന്നത് വർദ്ധിപ്പിക്കുക. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹാദ്ദു തഹാബ്ബു, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഹദിയകൾ കൈമാറുക, നിങ്ങൾ ഹദിയകൾ കൈമാറുക, അത് സ്നേഹത്തിന്റെ കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്കിടയിലുള്ള ബന്ധം, സഹോദരങ്ങൾക്കിടയിലുള്ള ബന്ധം അല്ലാഹുവിന് വേണ്ടി ആയിരിക്കുക. ബന്ധവിച്ഛേദനം അല്ലാഹുവിന് വേണ്ടി ആയിരിക്കുക. ഭൗതികമായി അവൻ എന്നെ ദ്രോഹിച്ചു, അവൻ എന്നെ വീട്ടിൽ പരിപാടി ഉണ്ടായിട്ട് എന്നെ അവൻ വിളിച്ചിട്ടില്ല, അവന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷന് ബാക്കി എല്ലാവരെയും വിളിച്ചു, എന്നെ ക്ഷണിച്ചില്ല എന്ന കാരണത്താൽ നമ്മൾ ഒരാളോട് പിണങ്ങാൻ പാടില്ല. മറിച്ച് അവൻ മറന്നുപോയതായിരിക്കാം, അവന് നമ്മളൊരു ഉദ്ർ കണ്ടെത്തുക. മറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവനൊരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അവനെ നമ്മൾ ഉണർത്തുക. ഇത് പാടില്ല, ഇത് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം നാം വെറുക്കുക. ഇതാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. സത്യമുള്ളവരോട്, ഹക്കുള്ളവരോട് നാം വലാഅ് കാണിക്കുക, അവരെ നാം ഇഷ്ടപ്പെടുക, അവരോട് നല്ല ബന്ധം നാം പുലർത്തുക. അതിനർത്ഥം തമാശ പാടില്ല എന്നല്ല, തമാശ പറ്റും, വിനോദം പറ്റും. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് വിശദീകരിച്ചതുപോലെ വിനോദം ഇസ്ലാം അനുവദിച്ചതാണ് ശർഇന്റെ പരിധിയിൽ നിന്നുകൊണ്ട്, അതൊക്കെ അനുവദനീയമാണ്. പക്ഷേ നമ്മുടെ ബന്ധം അള്ളാഹുവിന് വേണ്ടി ആയിരിക്കുക. തമാശ ഇടക്കൊക്കെ ആവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശിക്കാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി ഉണ്ടായിരുന്നു, സാഹിർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു. ചില ആളുകളൊക്കെ അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം ഗ്രാമീണനാണ്. അദ്ദേഹം ഇടക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വരും. അദ്ദേഹം ഗ്രാമത്തിൽ നിന്ന് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം ഹദിയകളൊക്കെ കൊണ്ടുവരും.
അങ്ങനെ പ്രവാചകന് ആ ഹദിയകളൊക്കെ നൽകും. അദ്ദേഹം വിരൂപിയായിരുന്നു, കാണാൻ തീരെ ഭംഗിയില്ലാത്ത, ആരാലും ഇഷ്ടപ്പെടാത്ത രൂപമായിരുന്നു സാഹിർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹുവിനുണ്ടായത്. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഗ്രാമത്തിൽ നിന്ന് യാത്ര ചെയ്ത് മദീനയിലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹദിയൊക്കെ നൽകും. പ്രവാചകനാകട്ടെ അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് മദീനയിൽ ലഭ്യമായ സാധനങ്ങൾ അദ്ദേഹത്തിന് വാങ്ങി നൽകുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ അദ്ദേഹം വന്നു, കണ്ടില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ അരികിലുണ്ടായിരുന്ന ചില സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി അദ്ദേഹം പട്ടണത്തിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു കഴിഞ്ഞപ്പോൾ സാഹിർ ബിൻ ഹറാമിനെ തേടി അദ്ദേഹം പട്ടണത്തിലേക്ക് പോയി. പട്ടണത്തിൽ പോയപ്പോൾ സാഹിർ റളിയല്ലാഹു അൻഹു അവിടെ ഏതാനും വസ്തുക്കളൊക്കെ വിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നാലെ പോയി സാഹിർ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് കെട്ടിപ്പിടിച്ചു. പിന്നാലെ പോയി സാഹിർ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച ശേഷം പറഞ്ഞു, മൻ യശ്തരി മിന്നി ഹാദൽ അബ്ദ്, ഈ അടിമയെ ആരാണ് എന്നിൽ നിന്ന് വാങ്ങിക്കുക എന്ന് ചോദിച്ചു. സാഹിർ റളിയല്ലാഹു അൻഹു എന്ന അടിമക്കച്ചവടം നിലനിൽക്കുന്നുണ്ട്. സാഹിർ റളിയല്ലാഹു ഭയന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അടിമയല്ല. അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല ഇത് പ്രവാചകനാണെന്നുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അടിമയല്ല, എന്തിനാണ് എന്നെ ഇങ്ങനെ പിടിച്ചത്, ഞാൻ അടിമയല്ല എന്ന് പറഞ്ഞു. ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹം ഹദീസിൽ കാണാം, ഇത് പ്രവാചകനാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശരീരം മാറ്റാൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹം പ്രവാചകനോട് ചേർന്ന് നിന്നു. ശേഷം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, എന്നെ താങ്കൾ വിറ്റാൽ വലിയ സമ്പാദ്യമൊന്നും കിട്ടാൻ സാധ്യതയില്ല. കാരണം ഞാൻ വിരൂപിയാണ്, കാണാൻ രൂപമില്ല, കാണാൻ പ്രത്യേകിച്ച് എനിക്ക് മുഖക്കോലൊന്നുമില്ല. തജിദുനി കാസിദ, എന്നെ താങ്കൾ വിറ്റാൽ താങ്കൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും കിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിന്നക ഇൻദല്ലാഹി ഗാലിൻ, പക്ഷേ സാഹിറെ, നീ അല്ലാഹുവിങ്കിൽ വിലപിടിപ്പുള്ള വസ്തുവാണ്. ഭൗതികമായ ജീവിതത്തിൽ കാണാൻ രൂപമില്ലെങ്കിലും കാണാൻ ഒന്നിനും കൊള്ളില്ലെങ്കിലും ആളുകൾ അകറ്റുന്ന വ്യക്തിയാണെങ്കിലും അല്ലാഹുവിങ്കിൽ സാഹിറെ നിന്റെ സ്ഥാനം നിസാരമല്ല. വലാകിന്നക ഇൻദല്ലാഹി ഗാലിൻ, നീ അല്ലാഹുവിങ്കിൽ ഉന്നതനാണ് സാഹിറെ എന്ന് സാഹിർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, ഈ മുഖങ്ങൾ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. റബ്ബിന്റെ മാർഗത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നു. ഈ ഒരുമിച്ച് കൂടൽ ഇനിയും തുടരണം. പിശാച് നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, വലാകിൻ ബിത്തഹരീശി ബൈനഹും, അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പിശാച് ശ്രമിക്കും. അതിന് നിങ്ങൾ ഇട നൽകരുത്. അതിന്റെ കാരണമാകുന്ന തർക്കങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ളല്ല ഖൗമുൻ ബഅദ ഹുദൻ കാനു അലൈഹി ഇല്ലാ ഊതുൽ ജദൽ, ഒരു വിഭാഗത്തിന് സന്മാർഗം അല്ലാഹു നൽകിയിട്ട് ആ സന്മാർഗം മാറ്റിക്കളയാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തർക്കമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് തർക്കങ്ങൾ ഉപേക്ഷിക്കുക. ഏതെങ്കിലും ഒരു തർക്കം, ഒരു മസ്അല നിങ്ങൾക്കിടയിൽ വന്നാൽ അഹ്ലുസ്സുന്നയുടെ പണ്ഡിതന്മാർ, അതിന് ഏറ്റവും നമുക്ക് എളുപ്പം സമീപകാലം ജീവിച്ച ഷെയ്ഖ് ഇബ്നു ബാസ് ആണെങ്കിലും ഇബ്നു ഉസൈമീൻ ആണെങ്കിലും അവർ ആ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു. അവർ വിശാലത കാണിച്ച വിഷയമാണെങ്കിൽ ആ വിഷയത്തിൽ വിശാലത കാണിക്കാൻ നമ്മൾ തയ്യാറാവുക. അനാവശ്യമായി തർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമുക്കിടയിൽ ബന്ധവിച്ഛേദനം ഉണ്ടാകാൻ പാടില്ല. ആരെങ്കിലും തന്റെ സഹോദരനോട് ബന്ധം ഒഴിവാക്കിയവരുണ്ടെങ്കിൽ ഇന്ന് തീരുമാനം എടുക്കുക, ഞാൻ അങ്ങോട്ട് പോയിട്ട് നന്നാകും. അവൻ ഇങ്ങോട്ട് വരാൻ ഞാൻ കാത്തിക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് പോയി നന്നാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വഖൈറുഹും അല്ലദീ യബ്ദഉ ബിസ്സലാം, സലാം കൊണ്ട് അങ്ങോട്ട് തുടങ്ങുന്നവനാണ് ഏറ്റവും ഉത്തമൻ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. എന്നെ ഭൗതികമായ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ എനിക്ക് അവന്റെ ഭാഗത്തു നിന്നുണ്ടായാലും അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ പൊറുക്കാൻ അത് തയ്യാറാണ് എന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല ബന്ധം നമുക്കിടയിൽ ഉണ്ടാകാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ബിഇദ്നില്ലാഹ് ഈ സാഹോദര്യം, നമുക്കിടയിലുള്ള ഈ ബന്ധം അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഉപകരിക്കുന്ന ഒരു സാഹോദര്യമാക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ സന്തോഷത്തോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനും അവന്റെ വിചാരണയില്ലാതെ, ഹിസാബില്ലാതെ, അദാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ, നസീഹത്തുകൾ എന്നോടും എന്റെ സഹോദരങ്ങളോടുമുള്ളതാണ്. ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരാൻ കഴിവിന്റെ പരമാവധി നാം ഓരോരുത്തരും ശ്രമിക്കുക. ഇൽമിന്റെ മജാലിസുകളിൽ കഴിവിന്റെ പരമാവധി പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെടുന്ന അടിമകളായി നാം ഓരോരുത്തരെയും സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.